പുറത്ത് പാപം അവസരം കിട്ടുമ്പം പുറത്ത് വരും. നമ്മൾ വലിയ ബഹളമൊന്നും വെക്കാതെ പോയത് നല്ല വീട്ടിൽ ജനിച്ചത് കൊണ്ടും മര്യാദയ്ക്കുള്ള അപ്പനും അമ്മയ്ക്കും വളർന്നുകൊണ്ടൊക്കെയാണ്. ഇല്ലെങ്കിൽ നമ്മളും കൈവിട്ട് പോകത്തില്ലേ? എനിക്ക് എന്നെ വിശ്വാസമില്ലാത്ത ഒരാളാണ് ഞാൻ. സത്യമായിട്ട് നിങ്ങളോട് പറയുക, എന്നോട് ക്ഷമിക്കണേ, എന്നെ കല്ലെറിയല്ലേ. എനിക്ക് എന്നെ വിശ്വാസമില്ല. നിങ്ങൾ എന്നെ കരയുന്നതൊക്കെ കണ്ടിട്ടുള്ളൂ. ചില സമയത്ത് ഞാൻ ആരാന്ന്, ഞാനൊരു ദിവസം വെറുതെ റോഡേ പോവുക, ഒരണ്ണൻ റോഡേ വരുന്നു. ഞാൻ വലിയ കാര്യത്തിൽ ബൈക്ക് നിർത്തി ചോദിച്ചു, അണ്ണ എന്താ ഉണ്ടെന്ന്. ഈ പുള്ളി എൻ്റെ പെടുക്ക് വന്നിട്ട് ചോദിച്ചു, നിൻ്റെ തന്തയുടെ ശവം അടക്കുന്നതാണ്. വെറുതെ ചോദിച്ചാൽ, ഞാൻ വലിയ കാര്യത്തിൽ ചോദിച്ചാൽ, അണ്ണ എന്താ ഉണ്ട്, നിൻ്റെ തന്തയുടെ ശവം അടക്കുന്നതാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, നിന്നെ അടക്കി എൻ്റെ പിറ്റേ ദിവസം. സത്യമായിട്ടും ഇവൻ ഓടി, ഞാൻ പുറകെ ഓടി. ഇവൻ ഓടി ഒരു കുഴിയിലും കണ്ടിച്ച്, ഞാൻ ഇവനെ കണ്ടില്ല, ഇരുട്ടുമായിരുന്നു. അത് വീഡിയോ എടുത്തായിരുന്നെങ്കിൽ ഈ സൺഡേ കൺവെൻഷനെ എന്നെ വിളിച്ചേര്. ദൈവകൃപ കൊണ്ട് ആരും വീഡിയോ എടുത്തില്ല. സത്യമല്ലേ? അപ്പം നമുക്ക് നമ്മളെ വിശ്വാസമുണ്ടോ? ഇല്ല. അതുകൊണ്ടാണ് നമ്മൾ ഓരോ ദിവസം കൃപയിൽ അങ്ങ് ഒതുങ്ങിക്കോണം. കാരണം നമുക്ക് അകത്തെന്തോ കിടപ്പുണ്ട്, പാപം കിടപ്പുണ്ട്. ഈ പാപം അവസരം കിട്ടുമ്പോൾ, പാപം ഉണ്ടെന്നുള്ള യാഥാർത്ഥ്യമാണ്. ഞങ്ങളുടെ റാന്നിന്ന് ഒരു കുട്ടനെ ഇവിടെ തിരുവനന്തപുരം സൂ കാണിക്കാൻ കൊണ്ടുവന്നു. തിരുവനന്തപുരത്തല്ലേ സൂ? നല്ല സൂവാ തിരുവനന്തപുരത്ത്, അല്ലേ? തിരുവനന്തപുരംകാർക്ക് അറിയത്തില്ലെങ്കിലും തിരുവനന്തപുരത്തൊരു നല്ല സുഖമുണ്ട്. ഞങ്ങളുടെ നാട്ടിൽ ഒരു പ്രശ്നം, ഞങ്ങളുടെ റാന്നിക്കാർ പലരും പെരുന്തേനരുവി കണ്ടിട്ടില്ല. പക്ഷെ പെരുന്തേനരുവി കാണാൻ എവിടെ നിന്നെല്ലാം ആൾ വരുന്നത്, ശബരിമല കാണാൻ ഇവിടെ നിന്നെല്ലാം ആൾ വരുന്നത്. പക്ഷെ റാന്നി, നമ്മൾ ഈ അടുത്ത് കിടക്കുന്നവർ ചിലപ്പോൾ അതറിയത്തില്ല. ഏതായാലും റാന്നിന്ന് വന്ന മുത്തിനെ അങ്ങോട്ട് കയറാൻ നേരത്ത് ആ ഭിത്തിയിലെല്ലാം സിനിമാ പോസ്റ്ററാണ്. അത്യാവശ്യം തുണിയില്ലാത്ത കുറേ സിനിമാടിമാരാണ്. അപ്പോൾ ആ കുറ്റൻ അങ്ങോട്ട് നോക്കി നിന്നപ്പോൾ അപ്പച്ചൻ പറഞ്ഞു, കൊണ്ടുപോയ പപ്പ പറഞ്ഞു, മോനെ അങ്ങോട്ട് നോക്കല്ലേ, ഇതെല്ലാം പന്നപ്പിയാൻ്റെ മക്കളെ വരാൻ പറഞ്ഞു. അകത്ത് കൊണ്ടുപോയി എല്ലാം കാണിച്ചു. സിംഹം, മയിൽ, കുയിൽ, ജിറാഫ് എല്ലാം കാണിച്ചു. തിരിച്ചു വന്നപ്പം മോനോട് അപ്പൻ ചോദിച്ചു, മോൻ ഇഷ്ടപ്പെട്ട എന്താണെന്ന് സൂയി പോയിട്ട്. മുട്ടയെന്ന് വിരിക്കാത്തവൻ പറയുക പന്നപ്പിയാൻ്റെയാണ്. മുട്ടയെന്ന് വിരിഞ്ഞിട്ടില്ല. മനുഷ്യൻ്റെ അകത്ത് എന്തോ കിടപ്പുണ്ട്, പാപം. ഇത് പുറത്ത് വരും. ഇത് പുറത്ത് വരുമ്പോൾ ഭർത്താവ് കുടിയനായാൽ വീടിൻ്റെ സമാധാനം പോകുമോ ഇല്ലയോ? രസത്തിന് തുടങ്ങുന്നതാ. പക്ഷെ കുറച്ച് കഴിയുമ്പം കാര്യം രസം സീരിയസ് ആകും. അത് തഴക്കമാകും, വഴക്കമാകും, പഴക്കമാകും, ദുശീലമാകും. മകൻ തെറ്റിപ്പോയാൽ ആ വീട് ദുസ്സഹമാകും. ഭർത്താവും തെറ്റിപ്പോയാൽ ആ വീട് ദുസ്സഹമാകും. അപ്പം തെറ്റിപ്പോയാൽ മക്കള് കഷ്ടത്തിലാകും. മക്കള് തെറ്റിപ്പോയാൽ അപ്പനും അമ്മയും ദുഃഖത്തിലാകും. പക്ഷേ എൻ്റെ കർത്താവിന് പ്രത്യേകതയുണ്ട്. അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങൾ രക്ഷിപ്പായിരിക്കൊണ്ട് അവന് യേശു എന്ന പേരിടണം. അറിയാവുന്ന വചനം എല്ലാവരും ചേർന്ന് പറയണം. ക്രിസ്തുയേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസ്യവും ഏവരും അംഗീകരിപ്പാൻ യോഗ്യമായ, ഒന്നുകൂടെ പറഞ്ഞ്, ക്രിസ്തുയേശു പാപികളെ രക്ഷിപ്പാൻ വന്നു എന്നുള്ളത് വിശ്വാസ്യവും ഏവരും അംഗീകരിപ്പാൻ യോഗ്യമായ വചനമാകുന്നു. പ്രിയമുള്ളവരെ, ശത്രുക്കളെ, ദുഷ്ടന്മാരെ നിഗ്രഹിക്കുകയും ശിഷ്ടരെ രക്ഷിക്കുകയും ചെയ്യുന്ന ദൈവസങ്കല്പങ്ങളുടെ, ദൈവ ചിന്തകളുടെയും ചിത്രങ്ങളുടെയും ലോകത്താണ് ക്രിസ്തുവിനെക്കുറിച്ച് പറയുന്നു. അവൻ പാപത്തിൽ നിന്ന് തൻ്റെ ജനത്തെ രക്ഷിക്കുന്ന യേശുവാണ്. ഒന്നാമത്, പാപിയെ രക്ഷിച്ച് അവൻ്റെ ജീവിതത്തിൽ ഇടപെടുന്ന ഒരാളുണ്ട്. എത്രയോ ക്രിമിനലുകൾ. ഞങ്ങളുടെ ഒരു സഭയുണ്ട് ചെങ്കൽച്ചൂളയിൽ. അവിടുത്തെ പിള്ളേരൊക്കെ ആവേശത്തോടെ പാടും, സന്തോഷമേ സന്തോഷം, ഞങ്ങൾക്കെല്ലാം സന്തോഷം. കാരണം എന്തെന്നറിയേണ്ടേ, യേശുനാഥനെ ഞങ്ങളറിഞ്ഞ്. ഞാൻ ആ പിള്ളേരുമായിട്ട് പാടാൻ പോകും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കൊച്ചുങ്ങളെ. കുറേ പിള്ളേരുണ്ട്. ഞങ്ങളൊരു സ്ഥലത്തിരിക്കുമ്പോൾ ഇവർ പാടിക്കൊണ്ടിരിക്കുമ്പം ഒരാൾ വന്ന് ഇവരെ അടിച്ചു. അപ്പോൾ അടിച്ചപ്പം ചെങ്കൽച്ചൂളയിൽ ഒരു പെൺപുരി എഴുന്നേറ്റിട്ട് പറഞ്ഞു, സഹോദരാ, അടിച്ച് നിങ്ങളോട് ഞങ്ങൾ ക്ഷമിക്കുന്നു. പക്ഷേ ഒരു 5 വർഷം മുമ്പാണ് ഞങ്ങളുടെ പിള്ളേരെ ഒരാളെ തൊട്ടെങ്കിൽ 100% ഉറപ്പ് നിങ്ങൾ പിന്നെ വീട്ടിൽ കിടന്ന് എന്ത് ചെയ്യത്തില്ല, ഉറങ്ങത്തില്ല. സത്യമാണോ? പക്ഷേ ഞങ്ങൾ ക്ഷമിക്കുന്നു. ഒറ്റ വ്യത്യാസമാണ്, യേശു വന്നപ്പം ഭയങ്കര മാറ്റം ഉണ്ടാക്കിയാണ്. അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങൾ രക്ഷിപ്പായിരിക്കൊണ്ട് അവൻ എന്തെന്ന് പേരിടും? യേശു എന്ന് പേരിടും. ജനത്തിൻ്റെ പാപത്തിൽ ഇടപെട്ട് അവനെ രക്ഷിക്കും. യേശുക്രിസ്തു പാപികളെ രക്ഷിക്കുന്നു. യേശുക്രിസ്തു പാപികളെ രക്ഷിക്കുന്നു. ഇന്നും ലോകത്തിന് ഡി-അഡിക്ഷൻ സെൻ്ററിന് കഴിയാത്തത്, ജയിലിന് കഴിയാത്തത്, കൗൺസിലിങ്ങിന് കഴിയാത്തതിനെ സാധിപ്പിക്കുന്ന ഒരാളുണ്ട്, യേശുവാ. ഇതാ സാക്ഷികളുടെ ഇത്ര വലിയ സമൂഹം. ഒരു സമയത്ത് എൻ്റെ കൂടെ ഇഷ്ടം പോലെ പിള്ളേരുണ്ടായിരുന്നു. കുടിയര്, വീട്ടിന് കൊള്ളാത്തവര്,
സമൂഹം തള്ളിയവർ, നിരന്തര കേസുകളിലെ പ്രതികൾ. പക്ഷേ അഭിമാനത്തോടെയും ആവേശത്തോടെയും സന്തോഷത്തോടെയും ഇവൻ പറയും, അതിലൊരു നല്ല ശതമാനവും ഇന്ന് രക്ഷപ്പെട്ട് നല്ല ജീവിതം നയിക്കുന്നുണ്ട്. ചില സുവിശേഷകരാണ്. എന്താ വ്യത്യാസം? യേശു വന്നപ്പോഴുണ്ടായ മാറ്റമാണ്. യേശു തൻ്റെ ജനത്തെ പാപങ്ങളിൽ നിന്ന് എന്ത് ചെയ്യും? രക്ഷിക്കും. ഒന്നാമത് സമാധാന പ്രഭുവാകുന്നത് എന്തിനിടപെട്ടാണ്? പാപത്തിലിടപെട്ടാണ്. രണ്ടാമത് സമാധാന പ്രഭുവാകുന്നത് മക്കൾ ഇല്ലാത്ത ദാമ്പത്യത്തിൽ ഇടപെടും. പലപ്പോഴും ദാമ്പത്യ ജീവിതം ദുസ്സഹമാക്കുന്നത് മനുഷ്യൻ്റെ സ്വഭാവം. ഇന്നത്തെ മക്കൾക്ക് ഭയങ്കര പ്രശ്നമുണ്ട്. ഒന്നാമത് ഇവർക്ക് കല്യാണം വേണ്ട. രണ്ടാമത്തെ കാര്യം, എണ്ണം കുറവായതുകൊണ്ട് നമ്മൾ ഇവരെ ഒത്തിരി പാമ്പർ ചെയ്താണ് വളർത്തുന്നത്. അതുകൊണ്ട് ഇവർക്ക് വലിയ പാടാണ് ജീവിതം നയിക്കാൻ. ഞങ്ങളുടെ നാട്ടിലെ ഒരു അമ്മച്ചിയെക്കുറിച്ച് എൻ്റെ അപ്പച്ചൻ പറഞ്ഞൊരു സംഭവമുണ്ട്. എന്നും അച്ചായം കുടിച്ചിട്ട് വരുമ്പോൾ 2 എണ്ണം കൊടുക്കുമായിരുന്നു. ഒരു ദിവസം അമ്മച്ചി അടിച്ചില്ല. അമ്മച്ചി കുളിയൊക്കെ കഴിഞ്ഞിട്ട് കിടക്കാറായിട്ടും അടി കിട്ടുന്നില്ല. ഇത് അമ്മച്ചി കെട്ടിയവനോട് പറഞ്ഞു, മനുഷ്യ അടിക്കുന്നുണ്ടേ അടിക്ക്, എനിക്ക് അങ്ങനെ ഉറങ്ങട്ടെന്ന് പറഞ്ഞു. ഞങ്ങളുടെ അടുത്ത് നടന്ന സംഭവം. അടിക്കുന്നുണ്ടെ നിങ്ങൾ എന്ത് ചെയ്യേ? അടിക്ക്. ഞാൻ കിടന്ന് എന്ത് ചെയ്യട്ടെ? ഉറങ്ങട്ടെ. അത് അമ്മച്ചി പറഞ്ഞത്. എന്നാൽ അച്ചായും പറഞ്ഞ വേറെ രസകരമായ കാര്യമുണ്ട്. ഈ ചേച്ചിയെ എന്നും അച്ഛൻ അടിക്കും. സാഖി കെട്ട ഒരു ദിവസം ഇവക്ക് അങ്ങ് ഭ്രാന്ത് കയറി. ഞങ്ങളുടെ നടന്നാട്ടുന്നാവാം. ഇവളെന്തോ എന്നറിയാം, ഒരു കൈ കെട്ടി ഒരു വിറകൊള്ളി കൊണ്ടങ്ങ് അടിച്ചു. അടിച്ചെന്ന് പറഞ്ഞാൽ അടിച്ചങ്ങ് ഉരുണ്ട് വീണ് ഇവനങ്ങ് കട്ടിലിൻ്റെ കീഴേ കയറി. അപ്പോൾ ഇവൻ അയ്യോ. അപ്പോൾ ഇവള് പറയുന്നുണ്ട്, ഇറങ്ങി വേണം ധൈര്യമുണ്ട്, മോടോ ഇങ്ങോട്ട് വന്നു. ഈ അടി കൊള്ളുന്നില്ല. ഒടുവിൽ ഇത് കേട്ടോണ്ട് നാട്ടുകാർ വന്നപ്പം സഹകുടിയൻ ജനലിൽ പറഞ്ഞു, എടാ ഇറങ്ങി വേണമെന്ന് പറഞ്ഞു. അപ്പോൾ അവൻ പറഞ്ഞു, ഇവള് പറയുമ്പോൾ ഇറങ്ങാനും കയറാനും എന്നെ കിട്ടത്തില്ല, ഞാൻ ആണാന്ന് പറഞ്ഞു. ഇവള് പറയുമ്പോൾ ഇറങ്ങാനും കയറാനും ഒന്നും എന്നെ കിട്ടത്തില്ല. എന്നാൽ ദാമ്പത്യം പലപ്പോഴും ദുസ്സഹമാകും, പാപം കൊണ്ടാ. എന്നാൽ പിരിയാനിരുന്ന ഒത്തിരി ദമ്പതികളെ ഒരുമിപ്പിച്ച ഒന്നുണ്ട്, ദൈവത്തിൻ്റെ സ്നേഹം. പരസ്പരം വിട്ടുവീഴ്ച ചെയ്ത് പരസ്പരം ഒന്നായി കർത്താവിൻ്റെ നാമത്തിൽ പൊറുക്കാനുള്ള കൃപ പ്രാപിച്ച് പോയ 100 കണക്കിന് ദമ്പതികൾ, ഒപ്പം ഡിവോഴ്സായിട്ട് ദൈവം ഇടപെട്ട് റീയൂണിയനായവരെ എനിക്കറിയാം. ഡിവോഴ്സായിട്ട് ദൈവം ഇടപെട്ട് റീയൂണിയനായവരുണ്ട്, വീണ്ടും വിവാഹം കഴിച്ചവരുണ്ട്. എന്താ സംഭവിച്ചത്? യേശു വന്നപ്പോൾ മാറ്റം ഉണ്ടാകുകയാണ്. യേശു ദാമ്പത്യത്തിൽ ഇടപെടുമോ? യേശു ദാമ്പത്യത്തിൽ ഇടപെടുമോ? ഇടപെടുന്നു വിശ്വസിക്കുന്ന ദമ്പതികളുണ്ടെങ്കിൽ ദൈവത്തിനൊന്ന് സ്തോത്രം ചെയ്തേ. നമ്മളെല്ലാം ഓരോ ദിവസവും വചനത്താൽ പണിയപ്പെടുക. ഇനിയും മക്കളില്ലെങ്കിൽ സങ്കടമാണ്. പക്ഷെ മക്കളോ ഇല്ലെങ്കിലും സങ്കടമാണ്. ചിലപ്പം മക്കൾ ഉണ്ടെങ്കിലും എന്താ സങ്കട. മക്കൾ പലപ്പോഴും ജീവിതം ദുസ്സഹമാക്കും എന്ന് ഞാൻ പറഞ്ഞാൽ അതൊരു സത്യമല്ലേ? സത്യമല്ലേ? സത്യമാണ്. ഒത്തിരി പ്രശ്നങ്ങളാണ് മക്കൾക്ക്. അങ്ങനെ മക്കളാൽ ജീവിതം ദുസ്സഹമാക്കപ്പെട്ട കുറേ പേരുടെ ചരിത്രം വിശുദ്ധ വേദപുസ്തകത്തിലുണ്ട്. അതിലൊരു അപ്പനുണ്ടായിരുന്നു. ആ അപ്പൻ്റെ മോക്ക് അത്യാസന നിലയിലായി. പക്ഷെ എന്തിനാണ് ആ വചനത്തിൽ അത് പറയുമ്പോൾ പ്രായം പറഞ്ഞെന്ന് എനിക്കിപ്പോഴാണ് മനസ്സിലായത്. അവിടെ കൃത്യം പറഞ്ഞിട്ടുണ്ട് ആ കുട്ടിയുടെ പ്രായം, യായിറോസിൻ്റെ മകളുടെ പ്രായം. പറഞ്ഞേ എത്ര വയസ്സായിരുന്നു? 12 വയസ്സായിരുന്നു. എന്തിനാണ് 12 വയസ്സെന്ന് പറയുന്നത്? അതിന് വലിയ കാര്യമുണ്ട്. ഈ 12 വരെ പിള്ളേർക്ക് വലിയ പ്രശ്നമില്ല. എന്നും വരുമ്പോൾ അമ്മയോട് കഥയെല്ലാം പറയും സ്കൂളിലെ. എപ്പോഴാണ് പ്രശ്നം തുടങ്ങുന്നേ? 12 കഴിയുമ്പം തുടങ്ങുന്ന ഒരു കാര്യമുണ്ട്, 13. ഇംഗ്ലീഷിൽ അതിനെന്താ പറയുന്നേ? 13, 14, 15, 16, 17, 18, 19 മുമ്പ് ബൈക്ക് വീണ് ചത്തില്ലെങ്കിൽ പിന്നെ ഉടനെ ചാകത്തില്ല. പിന്നെ ഞങ്ങൾ പേടിക്കണ്ട, പിന്നെ ഉടനെ ചാകത്തില്ല. 18 കഴിയുമ്പോൾ ഇറങ്ങിപ്പോയില്ലെങ്കിൽ പിന്നെ പൊത്തില്ല. പല പിള്ളേരും ഓടിയത് എപ്പോഴാണെന്നറിയാം? ഞങ്ങളുടെ ഒരു പെങ്കൊച്ച് പോയപ്പം എന്നെ കരഞ്ഞ് വിളിച്ചു. ഞാൻ പറഞ്ഞു, ബഹളം വെക്കല്ലേ, വയസ്സ് എത്രയായി? 17, 18 പറഞ്ഞു. പേടിക്കണ്ട, ഗൾഫിൽ നിന്നാ, ഞാൻ ഇടപെട്ടോളാം. നിങ്ങൾ ആരും നാട്ടുകാരോടൊന്നും പറയില്ല, കുളമാക്കല്ലേ, ഞാൻ അവളെ പിടിപ്പിക്കാം, കോടതി കൊണ്ടുവരാം. അതിൻ്റെ ഒരു ഓപ്ഷനുണ്ട്, ചേംബറിൽ കൊണ്ടുവരാം. ഇത്തിരി ചേംബറിൽ കൊണ്ടുവന്ന് ആരും അറിയാതെ, അപ്പോൾ പ്രായമില്ല ആയില്ലെന്ന് പറഞ്ഞാൽ ഇനി വിടും, നമുക്ക് രക്ഷപ്പെടുത്താം. ഇച്ചിരി കഴിഞ്ഞപ്പോൾ അപ്പം വിളിച്ചു, ഇന്നലെ 18 അപ്പം മറന്നുപോയി. 18 അപ്പം ഓർത്തില്ല. ആരോർത്ത് വെച്ചു? അവനും അവൾക്കും അറിയായിരുന്നു. ഇറങ്ങിപ്പോത് 18 എൻ്റെ അന്നാ. അതൊരു വല്ലാത്ത പ്രായമാണ്. ഈ പ്രായത്തിലാണ് കൊച്ചു മരിച്ച്. സത്യത്തിൽ ഈ പ്രായത്തിലാണ് ഇപ്പം മരണം നടക്കുന്നത്. കൗമാരം ഭയങ്കര അപകടമാണ്. പ്രത്യേകിച്ച് ഈ ജെൻസി എന്നൊക്കെ പറയുന്ന ഈ 2K കിഡ്സ്, ഇവരെയൊക്കെ കൊണ്ടു നടക്കാൻ വലിയ പാടാണ്. നമുക്കിവരെ അടിക്കാനൊക്കെ പോകും. സത്യത്തിൽ ഈ പിള്ളേരെ അടിച്ച ഒത്തിരി പിള്ളേർക്ക് ഭയങ്കര മുറിവ്. അപ്പനെന്നെ അടിച്ചു, എൻ്റെ പിള്ളേരെ എന്നെയൊക്കെ അടിക്കുന്ന അടി എന്നൊക്കെ പറഞ്ഞുണ്ടല്ലോ.
എൻ്റെ അപ്പനൊരു രസമായിരുന്നു എന്നെ അടിക്കുന്നത്. സത്യമായിട്ടും മക്കൾ, എൻ്റെ അപ്പൻ ഏറ്റവും എൻജോയ്മെൻറ്റ് കിട്ടുന്നത് എന്നെ അടിക്കുമ്പോഴായിരുന്നു. എനിക്കിപ്പോൾ അങ്ങ് തോന്നുന്നു. പുള്ളി എന്നെ നിക്കറൂരി, എനിക്ക് നല്ല വണ്ണമായിരുന്നു, നിക്കറൂരി പുള്ളി എണ്ണ ചൂടാക്കി എൻ്റെ കുണ്ടിക്ക് പുരട്ടും. എന്നിട്ട് പുള്ളി വടി വഴറ്റി ഇങ്ങനെ വഴറ്റി അടിക്കുന്നത്. ഇതങ്ങ് കുറേ നേരം എടുക്കും കലാപരിപാടി. ഇതങ്ങ് തീർന്നായിരുന്നു നമുക്കങ്ങ് പോകായിരുന്നു. എണ്ണയൊക്കെ പുരട്ടിയൊക്കെ അടിക്കുന്നത്. എന്നോ അടി എൻ്റെ പൊന്നപ്പാടി. എനിക്ക് പക്ഷേ ഒരു പിണക്കില്ലായിരുന്നു. ഇപ്പോൾ തന്നെ ഒന്ന് തൊടാമോ? തൊട്ടാൽ അത് വൈരാഗ്യം കാക്കും. എൻ്റെ അപ്പൻ എന്നെ അടിച്ചു, അതുകൊണ്ടാണ് ഞാൻ പോയി. എന്നോട് ഇഷ്ടമില്ല, അടിക്കാനൊക്കെ ഇല്ല, പിന്നെ ഒത്തിരി ഓമനിക്കാനൊക്കെ ഇല്ല. എന്തോ ചെയ്യണമെന്ന് നമുക്കറിയത്തില്ല. ആ പ്രായത്തിലൊരു കൊച്ചു മരിച്ചത് ആരുടേതാ? അപ്പൻ്റെ മോള. അതിനൊരു കാരണം കാണും. അപ്പൻ എപ്പോഴും ഇഷ്ടം ആരോടാ? സത്യം പറ, അപ്പൻ ഇഷ്ടം ആരെക്കൂടാ പൊതുവേ മലയാളിക്ക്? സത്യമാണോ? അപ്പൻ്റെ മുന്നാരുമാത പിന്നെ മോളും കൊണ്ട് ഒരു കഴിയുക. നമ്മളെന്ന് പറഞ്ഞാൽ കേൾക്കത്തില്ല. അവർ ആരാ പറയുന്നേ? പറയോ? പറ. അപ്പൻ്റെ മുന്നാരം നമ്മളെന്തോ ചെയ്യാൻ? അപ്പനും മോളൊരു കയ്യ. ഈ അപ്പനോടായിരിക്കും പെണ്ണിനും ഇഷ്ടം. സത്യമാണോ? അതിന് കാരണമുണ്ട്. ഈ അമ്മയ്ക്കൊരു പ്രശ്നമുണ്ട്. അമ്മ രാവിലെ എഴുന്നേൽക്കുമ്പോൾ അമ്മയുടെ മെഷീൻ ഗൺ ഓണാക്കും. അതിനകത്തോട്ട് പുറത്ത് ഉണ്ട വാരിയിടും. തുടങ്ങും അങ്ങോട്ട് എഴുന്നേക്കടി, മുടിക്ക് കടി, പല്ലുതേക്കടി, ഇതിൻ്റെ അടി ഇവിടെ മുടി കിടക്കുന്നേ, ബെഡ്ഷീറ്റ് മടക്കി വെക്കടി. അപ്പോൾ ഒരു പെങ്കൊച്ചോണ്ട് പറഞ്ഞു, ഞാൻ വെറുതെ ഇരിക്കുന്ന ഈ തള്ളയ്ക്ക് സഹിക്കത്തില്ല, ഞാനിത് ചുമ്മാ ഇരുന്ന് പോയാൽ ഇവർക്ക് സഹിക്കത്തില്ല. ഇവരിങ്ങനെ വെടിവെട്ടിച്ചോണ്ടിരിക്കും. എപ്പം വരെ? ഉറങ്ങുന്നിടം വരെ. ഈ അപ്പൻ മിണ്ടത്തില്ല. അയാൾ കള്ളനാ, അയാൾ ഒരു കാര്യത്തിലും ഇടപെടത്തില്ല. അതുകൊണ്ടാണ്. സത്യമല്ലേ ഇത്? ജീവിതത്തിൻ്റെ സത്യമാണോ? പറ. അപ്പൻ അങ്ങ് വലിയ മാന്യം കളിക്കോ മോളെ, പപ്പ എന്ത് ഡീസൻ്റാണേ. പപ്പ ഡീസൻ്റ് അല്ല മക്കളെ, ഈ അമ്മയെ അലയ്ക്കുന്നതുകൊണ്ടാണ് പപ്പ മിണ്ടായിരിക്കുന്നത്. പപ്പ മക. സത്യമാണോ ഞാൻ പറഞ്ഞു? PTA മീറ്റിങ്ങിന് വഴക്ക് കേൾക്കാൻ പോകേണ്ടത് ആരാ? എത്ര അമ്മമാർ എന്നോട് പറഞ്ഞിട്ടില്ല, പക്ഷേ നാളെ PTA മീറ്റിങ്ങാ, ടീച്ചേഴ്സിന് എടുക്കാൻ പോകണം, ഒന്ന് ബന്ധിച്ച് പ്രാർത്ഥിച്ചേക്കണേ. പിറ്റേ ദിവസം പറഞ്ഞു വിടിവിച്ചു, ആ ടീച്ചർ ഇല്ലായിരുന്നു. സ്തോത്രം, രക്തം ജയം, അവർ വന്നില്ല എന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട്. എന്തും അപ്പം പോകുമോ? പലപ്പോഴും പോകുന്നു കേൾക്കുന്ന എല്ലാം ആരാ? അമ്മയാ. പക്ഷെ അപ്പൻ്റെ പുന്നാരമോളാ. അപ്പൻ്റെ പുന്നാരമോളും മരിച്ചുപോയി. നിങ്ങളൊന്ന് ചിന്തിച്ച് ഈ അപ്പൻ എങ്ങനെ സഹിക്കും? ആ ഫോട്ടോ കാണുമ്പോൾ ജീവകാലം മുഴുവൻ അയാൾ ആ ഫോട്ടോയെ നോക്കത്തില്ലേ? പക്ഷെ എനിക്കൊരു കർത്താവിനെ അറിയാം. അപ്പൻ്റെ പുന്നാരമോടെടുക്ക് വന്നിട്ട് പറഞ്ഞു, എല്ലാവരും പുറത്താക്കി. യേശു എങ്ങനെ സമാധാനം പ്രഭുവാന്നറിയാം? ഈ പെണ്ണ് അവിടെ കിടന്നായിരുന്നെങ്കിൽ എല്ലാവരും എടുത്ത് ആദ്യം അണ്ണന്മാർ ഫോട്ടോ എടുക്കുമോ? സോഷ്യൽ മീഡിയ ഇടുവോ? എൻ്റെ കർത്താവിന് നിർബന്ധമുണ്ട്. ഒരു പെൺകുഞ്ഞിൻ്റെ അപമാനം പുറത്തു വരുന്നിരുന്നു, ഒരു പെൺകുഞ്ഞിൻ്റെയും ഒരു ദോഷം പുറത്തറിയരുതെന്ന് നമ്മളെക്കാൾ നിർബന്ധ ബുദ്ധിയുള്ള ഒരാളാണ് യേശു. എല്ലാവരെയും പുറത്താക്കിയിട്ട് യേശു ഒരു വാക്ക് പറഞ്ഞു, തലീഥ കുമി, ബാല എന്ത് ചെയ്യുക? എഴുന്നേൽക്കുക. അപ്പൻ്റെ മോട വിഷയത്തിൽ ഇടപെട്ട് അവളെ ഉയർപ്പിച്ച് സമാധാനം കൊടുത്ത ഒരു യേശുണ്ട്. ആളുടെ വിഷയത്തിൽ ഇടപെടും, മകളുടെ വിഷയത്തിൽ ഇടപെടും. അങ്ങനെയെങ്കിൽ കുഞ്ഞുങ്ങളെ കൊണ്ട് ഭാരപ്പെടുന്ന ഒത്തിരി പേരുടെ ജീവിതത്തിൽ യേശു മൂലം വിടുതൽ കിട്ടിയത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇത് ഞാൻ പറയുമ്പോൾ ഞങ്ങളെ ഒരുമാതിരി അസത്യവാദികൾ എന്താണ് ഈ ഏതോ കെട്ട കാലത്ത് ജീവിച്ചവരെന്നോ അന്ധവിശ്വാസികളെന്നോ വിളിക്കരുത്. ഞാനൊരു വീട്ടിൽ ഇരിക്കുക, എൻ്റെ കൂടെ ഒരു പ്രവാചകനുണ്ട്. പ്രവാചകൻ നല്ല ഇങ്ങനെ പ്രാർത്ഥിക്കാതിരിക്കുക. ഈ പഴയ പ്രവാചകൻ ഉണ്ടല്ലോ, സാധാരണ പ്രവാചകൻ, നമുക്ക് അവരെ ഒരു ചിലരൊക്കെ പുച്ഛിക്കുകയൊക്കെ ചെയ്യും. ഏതായാലും ഈ പ്രവാചകൻ പെട്ടെന്ന് ഉറച്ചിൽ ഉറഞ്ഞ്, ഇത് 2 നില വീടാണ്, മേളിലൊരു മുറിയുണ്ട്, മേളിമുറിയുണ്ട്, ഉറഞ്ഞൊരു ഒരു പ്രവാചകന്മാർ ഉറയുന്ന കണ്ടിട്ടുണ്ടോ? രക്തം ജയം 2 അന്യഭാഷയൊക്കെ പറഞ്ഞിട്ട് പുള്ളി പറഞ്ഞു, പിണക്കി വാശി പിടിപ്പിച്ച് സ്റ്റെപ്പ് കയറ്റി മേളത്തെ മുറി കൊണ്ടുപോയി കട്ടിലെ കമത്തി കിടത്തി പിണക്കി, ഭക്ഷണം കഴിപ്പിക്കാതെ കമത്തി കിടത്തിയിരിക്കുന്ന ദുട്ട പിശാചെ വിട്ടു പോന്നൊരു പറയും. 5 മിനിറ്റ് കഴിഞ്ഞില്ല, പെണ്ണ് വന്ന് യോഗത്തിനിരിക്കുന്നു. നടന്ന കാര്യ. അപ്പം എനിക്ക് പിടികിട്ടി, പെണ്ണിനെ മേളിൽ കെട്ടിക്കൊണ്ട് പോയതാരാ? ദുഷ്ടപിശാച. ഇത് തന്നെ ഇറക്കിക്കൊണ്ട് പോകുന്നത്. പക്ഷെ എൻ്റെ കർത്താവ് വരും, തലീഥ കുമി എന്ന് പറയും. കരമട്ടിച്ചൊന്ന് സ്തുതിച്ചേ, എല്ലാവരും സ്തുതിച്ച് പ്രാർത്ഥിച്ച്. യേശു വരും കേട്ടോ. എന്തിനാ? അപ്പൻ്റെ മോളെ ജീവിപ്പിക്കാൻ അപമാനത്തിന് വിട്ടുകൊടുക്കാത്തൊരു യേശുണ്ട്. നിന്റെ
കുഞ്ഞിനെ അപമാനത്തിന് വിട്ടുകൊടുത്ത നീ സഹിക്കുവോ അപ്പാ? ഇല്ല. ഇറങ്ങി നടക്കുവോ? ഇല്ല. പക്ഷെ എൻ്റെ യേശു അതിന് സമ്മതിക്കത്തില്ല. മുഴങ്ങി ഒരു ശബ്ദം, മനങ്ങളെ തോലിരിക്കുന്ന, മാൻപകടകളെ പ്രസവിക്കുന്ന, പാറയെ തകർക്കുന്ന ശക്തി, ശബ്ദം, തലീതക്കുമി. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രിയിലും അത് മുഴങ്ങും. തലീതക്കുമി, തലീതക്കുമി. എല്ലാവരും ഉറക്കെ പറഞ്ഞ് തലീതക്കുമി. കരമടിച്ച് സ്തുതിച്ച് പറഞ്ഞ് തലീതക്കുമി. പരിശുദ്ധാത്മാവിലൊന്ന് പ്രാർത്ഥിച്ചേ. കർത്താവ്, എനിക്ക് ഈ ദിവസങ്ങളിൽ ഞാൻ പോകുന്നിടത്തൊക്കെ പ്രസംഗിക്കുന്നത് പ്രസംഗം പുതിയതില്ലാഞ്ഞിട്ടല്ല കേട്ടോ. പക്ഷേ ഈ പ്രസംഗത്തിൻ്റെ പിന്നിൽ, ഈ വചനത്തിൻ്റെ പിന്നിൽ ഒത്തിരി പെൺകുട്ടികളെ വരിഞ്ഞ് മുറുക്കി ബന്ധിച്ച് മുറിക്കകത്ത് ഒതുക്കി മാനസിക രോഗിയാക്കി അപമാനം വരുത്തി ഇറക്കി വിടാൻ ശത്രുവിട്ട പദ്ധതികളെ പൊളിക്കുന്ന ഒരു ദൈവവചന ശക്തിയുണ്ട്. തലിതക്കുമി. കരമടിച്ചൊന്ന് സ്തുതിച്ച് എല്ലാവരും ആ വാക്കൊന്ന് പറഞ്ഞ് തലിതക്കുമി, 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 തലിതക്കുമി. രഗനം ഋഗനം ശകനം ദിഗനം രഗജം രഗനം ദാരം ധേരം ധീരം ബൗളം രഗജം. സ്തുതിച്ച് പ്രാർത്ഥിച്ച്. ഇത് സമാപന രാത്രിയില്ല. എല്ലാവരും ഒന്ന് സ്തുതിച്ച് ആരാധിച്ച് ആ വാക്കും വചനം പറഞ്ഞ് ഉറക്കെ പറഞ്ഞ് ഇന്ന് രാത്രി യേശു വന്നിട്ടുണ്ട്. എന്തിനാ? ആ ശബ്ദം, ആ ശബ്ദം ഇന്ന് രാത്രി മുഴങ്ങുന്നു. തലീതക്കുമി. 2, ഒരമ്മയുടെ മോൻ പോയി. ഞാൻ വീണ്ടും ചോദിക്കുക, അമ്മയ്ക്ക് ഇഷ്ടം ആരോടാ? സത്യം പറയാം. എല്ലാവരും ഇഷ്ടമാണ്. പക്ഷെ ഇച്ചിരി ഇഷ്ടക്കുള്ള ആരോടാ? മോനോടാ. അന്ന് പറഞ്ഞ കള്ളാണോ? അല്ല. ഈ അമ്മയുടെ മോൻ പോയി. ഈ അമ്മയ്ക്കൊരു പ്രശ്നമുണ്ട്. അമ്മ വിധവയാണ്. ഈ ഞാൻ പറയുന്നത് സ്ത്രീകളുടെ ലോകം പൊതുവെ ചെറുതാ അല്ലേ? ഇനിയും വരാൻ പോകുന്ന നിയമസഭാ ഇലക്ഷനിലെ ഒരു 144 മണ്ഡലത്തിൽ ഒരു 50 മണ്ഡലത്തിലെങ്കിലും ആരാണ് നിൽക്കാൻ സാധ്യതയെന്ന് ദാനിയേൽ പക്ഷം വേണേൽ പറയാം. ആൻറ്റിക്ക് പറയാമോ? ഓട്ടോ തിരുവനന്തപുരത്ത് നിൽക്കാൻ സാധ്യതയുള്ള ഒരു 5-6 പേരുടെ പേര് പറയാമോ? ഇല്ല. പക്ഷേ അച്ചായനോട് കൊച്ചു ക്ലാസ് ഏത് ക്ലാസ്സാണെന്ന് ചോദിച്ചാൽ അബ്ബബ്ബ അടിക്കും വേണമെങ്കിൽ. അപ്പനോട് ചിലപ്പോൾ ഏത് ക്ലാസ്സിലാണെന്ന് ചോദിച്ചാൽ 8-ലാണോ 9-ലാണോ എന്ന് ചിലപ്പോൾ ഒന്ന് തെറ്റും. ആർക്ക് തെറ്റത്തില്ല? അമ്മയ്ക്ക് തെറ്റത്തില്ല. അമ്മയ്ക്ക് മോനിഷ്ടമാണ്. അമ്മയുടെ ലോകം ചെറുതാ. ഭർത്താവും പിള്ളേരും, അതാ സത്യം. ഇവിടെ ഭർത്താവ് പോയപ്പം പിന്നെ അമ്മയും മോനും തനിച്ചായി. മോനും പോയി. മോൻ പോയ അടക്കം കഴിയുമ്പോൾ എൻ്റെ ചിന്തയാ, തിരിച്ചു വന്നപ്പം അവൻ ഇഷ്ടപ്പെട്ട ഒരു ബുള്ളറ്റ് മേടിച്ച് വെച്ചു, മോഡിഫൈ ഒക്കെ ചെയ്ത്. അടക്കത്തിന് മുമ്പേ കസിൻ വന്ന് പറഞ്ഞു, ഇതെനിക്ക് തന്നേക്കണം. പറയൂ, ഇക്കുവാണെ എനിക്ക് തരണം. കാരണം എല്ലാവരുടെയും മരിച്ചപ്പോഴെ പിള്ളേരുടെ മറ്റവൻ്റെ നോട്ടം ഇവൻ്റെ ബൈക്കേലാണ്. കവി അയ്യപ്പൻ്റെ ഒരു കവിതയുണ്ട്, അത്താഴം. മരിച്ചവൻ്റെ ചോരയിൽ ചവിട്ടി ആൾക്കൂട്ടം നിൽക്കവേ, മരിച്ചവൻ്റെ ചോരയിൽ ചവിട്ടി ആൾക്കൂട്ടം നിൽക്കവേ, മരിച്ചവൻ്റെ പോക്കറ്റിൽ നിന്ന് വീണ 5 രൂപയിലായിരുന്നു എൻ്റെ കണ്ണ്. മരിച്ചവൻ്റെ പോക്കറ്റിൽ നിന്ന് വീണ 5 രൂപയിലായിരുന്നു എൻ്റെ കണ്ണ്. കവി അയ്യപ്പൻ്റെ കവിതയാണ്. പലരുടെയും കണ്ണ് പലതിലാ. ഈ അമ്മ തിരിച്ചു വരുമ്പോൾ മോനില്ലാത്ത വീട്ടിലെങ്ങനെ കയറും? എൻ്റെ പ്രായത്തിൽ മരിച്ചു പോയ ഒരു മോനുണ്ടായിരുന്നു. ഞാൻ വർഷങ്ങളൊക്കെ എനിക്കറിയാവുന്നൊരു കാര്യം അത്. അന്ന് അവൻ കളിച്ചിട്ട് വേർത്ത ഒരു ബന്യം കഴുകാതെ ഇട്ടിരുന്നു. അമ്മ പിന്നെ അത് കഴുകിയിട്ടില്ല, മടക്കി തലമണക്കീഴി വെച്ചു. എന്നും വേർപ്പൊക്കും ഉമ്മ കൊടുക്കുന്ന ഒരമ്മയുണ്ട്. ആ മോൻ്റെ ഉടുപ്പ് കഴുകാത്ത ആ വേർപ്പ് അമ്മയ്ക്ക് ഇഷ്ടമായിരുന്നു. അമ്മയുടെ മോൻ മരിച്ചിട്ട് വീട്ടിലെങ്ങനെ വരും? പക്ഷെ യേശു ഇടപെട്ടു, പറഞ്ഞു, ബാല്യക്കാരായി എഴുന്നേൽക്കുക. എൻ്റെ കർത്താവ് അമ്മയുടെ മകൻ്റെ കാര്യത്തിൽ ഇടപെടും. അമ്മയുടെ മകൻ്റെ കാര്യത്തിൽ ഇടപെടും. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി അപ്പൻ്റെ മകളെയും അമ്മയുടെ മകനെയും ജീവിപ്പിക്കുന്ന ഒരു ദൈവമുണ്ട്. അപ്പൻ്റെ മകളെയും അപ്പൻ്റെ മോളെയും യേശു യേശു ഇനി 2 പെങ്ങന്മാരാ. എത്ര പെങ്ങന്മാർ എൻ്റെ അടുക്ക വന്നിട്ടുണ്ട് പ്രാർത്ഥിക്കാൻ, എവിടുന്നെല്ലാം. അവന് അസുഖം വന്നപ്പം, ക്യാൻസർ ആയപ്പം ഭാര്യ അങ്ങ് പോയി. പക്ഷെ ഗൾഫിലെ പെങ്ങന്മാർ ഇവിടെ വന്ന ഈ ആങ്ങളെയും കൊണ്ട് നടക്കുക. അവധിയെടുത്ത് ഓരോരുത്തരായിട്ട്. കൂടപ്പുറപ്പെന്ന് പറഞ്ഞാൽ ചെറിയൊരു കാര്യമല്ല.
എനിക്കും ഉണ്ടായിരുന്നൊരു കൂടപ്പുറപ്പ്. ഈ പെങ്ങളുടെ കൂടപ്പുറപ്പ് പോയി. 2 പെങ്ങന്മാരാ, മാർത്തയും മറിയയും. പക്ഷെ യേശു വന്നു, അവരുടെ കൂടെ കരഞ്ഞു. എന്നിട്ടൊരു ശബ്ദം പറഞ്ഞു, ലാസറേ എഴുന്നേൽക്കാം. എനിക്കൊരു കർത്താവിനെ അറിയാം, പെങ്ങളുടെ കൂടപ്പുറപ്പിനെ രക്ഷിക്കുന്ന ഒരു യേശുവുണ്ട്. ഇടപെടുമോ? ഇടപെടും. കൂടപ്പുറപ്പിൻ്റെ സങ്കടത്തിൽ ഇടപെടുന്ന ഒരാളുണ്ട്. യേശു കരമുയർത്തി പ്രാർത്ഥിച്ച്. ഈ രാത്രി യേശു വന്നിട്ടുണ്ട്, ഇടപെട്ട് കുളമാക്കാനല്ല, ഇടപെട്ട് സമാധാനം വരുത്താൻ. ഇടപെട്ട് സമാധാനം വരുത്താൻ. കരമടിച്ച് സ്തുതിച്ച്. അന്തർജാനം വൈഡവരന്തം വേരുവരക്ഷം വേദിക്കാരം വൈഡക്കെട്ടി രക്കത്താന റികനകരന്ത റീപന ഭൗഷ വൈഡവരന്ത. വീണ്ടും രോഗം മനുഷ്യൻ്റെ സമാധാനം കളയുമോ? കളയും. ഒരാൾ രോഗിയായ ആ വീടിൻ്റെ സമാധാനം പോകും. പക്ഷേ യേശു മനുഷ്യൻ്റെ രോഗത്തിൽ ഇടപെടും. നാം പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന് അവിടെ നമ്മുടെ പാപങ്ങളെ വഹിച്ചുകൊണ്ട് ക്രൂശിന്മേൽ കയറി. അടുത്ത വചനം എല്ലാവരും പറഞ്ഞേ, അവൻ്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കും. യേശു രോഗത്തിൽ ഇടപെടുവോ? ഞാൻ മരുന്നെടുക്കാത്ത ആളല്ല, മരുന്നെടുക്കുന്ന ആളാണ്. രോഗിക്ക് വൈദ്യനെ കൊണ്ട് എന്തുണ്ട്? ആവശ്യമുണ്ട്. പക്ഷേ മരുന്ന് കൊണ്ടാണ് സൗഖ്യം വരുന്നു പറഞ്ഞാൽ ഒരു ഡോക്ടറും സമ്മതിക്കില്ല. ഡോക്ടേഴ്സ് പറയും, വി ട്രീറ്റ് ആൻഡ് ഗോഡ് ഹീൽസ്. ഞങ്ങൾക്ക് ട്രീറ്റ് ചെയ്യാനൊക്കത്തുള്ളൂ, സൗഖ്യമാക്കുന്ന ആരാ? യേശുവാണ്. കഴിഞ്ഞ ഒരു ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ മാസത്തിൽ ഞങ്ങൾക്ക് പണ്ടുണ്ടായിരുന്ന ഒരു ട്രിപ്പ് വീണ്ടും സജീവമാക്കി. ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകും. ഞങ്ങൾ മിക്ക രാത്രി ഇങ്ങനെ തിരുവനന്തപുരം വരെയൊക്കെ വരുമായിരുന്നു. ഞങ്ങളുടെ ഒരു ടീമുണ്ട്. പ്രാർത്ഥിച്ച് ഇങ്ങനെ തിരുവനന്തപുരം വരെ അങ്ങ് തെക്കൊക്കെ പോകും. നേരം വെളുത്ത് 2 മണി, 4 മണി, 5 മണിക്കൊക്കെയാണ് വീട്ടിൽ ചെല്ലുക. ഓരോ ജംഗ്ഷനിലും ഇറങ്ങി നിൽക്കും, പ്രാർത്ഥിക്കും. അന്യഭാഷയെ പ്രാർത്ഥിച്ചുകൊണ്ട് ഇങ്ങനെ പോകും. ചിലപ്പം വടക്കോട്ട് പോകും, ചിലപ്പം തെക്കോട്ട് പോകും. അടുത്താണ് ഞാനും ഭാര്യയും കൂടെ പോകും. ഞങ്ങൾക്കൊരു ജീപ്പുണ്ട്. അപ്പോൾ ആ പ്രാർത്ഥനയൊക്കെ നടക്കുന്ന സമയത്ത് ഒരു ദിവസം ഞാനും ഭാര്യയും കൂടെ പുറത്തൊരു സ്ഥലത്താണ്. അപ്പോൾ എൻ്റെ ഭാര്യ ഒരു ദർശനം കണ്ടു. ദർശനം ഇത്രയേ ഉള്ളൂ. ഞങ്ങളുടെ ജീപ്പേൽ, ഞങ്ങളുടെ നാദികാരായതുകൊണ്ട് മലയൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് കൊച്ചിലോട്ട് ജീപ്പിനോടൊരു ഇഷ്ടമുണ്ട്. അപ്പോൾ അതും ഈ പറഞ്ഞ പോലെ ഒരു നൊസ്റ്റാൾജിയ, കൊച്ചിലോട്ടുള്ളൊരു ജീപ്പാണ്. കയറ്റമൊക്കെ ഉള്ളതുകൊണ്ട് ഇവിടുത്തെ പോലെ അല്ലല്ലോ. അപ്പം ഞങ്ങളുടെ അവിടുത്തെ ഈ ജീപ്പിൻ്റെ ഒരു കഥയുണ്ട്. ഞങ്ങൾ ഉറങ്ങാതിരിക്കാൻ പറയാം. ഞങ്ങളുടെ ഈ ജീപ്പ് ട്രിപ്പ് അടിക്കുന്ന ജീപ്പ് ഡ്രൈവർമാരെ കണ്ടിട്ടുണ്ടോ? അവരുടെ ഇങ്ങനെ ഇരിക്കത്തുള്ളൂ. കണ്ടിട്ടുണ്ടോ? പുറത്താ. ജീപ്പിൽ ആരുമില്ലേലും ഇവരെങ്ങനെ ഇരിക്കത്തുള്ളൂ? അങ്ങനെ ഇരിക്കത്തുള്ളൂ. പകുതി പുറത്തായിരിക്കും. ജീപ്പിൽ ഒരു മനുഷ്യൻ പോലും ഇല്ലെങ്കിൽ ജീപ്പ് വലിയൊരു സന്തോഷം. അപ്പം ഞങ്ങൾക്കൊരു ജീപ്പുണ്ട്. ആ ജീപ്പ് ഞാനും ഭാര്യയും കൂടെ പോവാം. അപ്പോൾ എൻ്റെ ഭാര്യയാണ് വണ്ടി ഓടിക്കുന്നത്. അവൾ അങ്ങനെ ഓടിക്കാറുണ്ട്. അപ്പം ഞങ്ങൾ രണ്ടും കൂടെ പോകാറുണ്ട്. അപ്പം അന്ന് രാത്രി അവൾ കണ്ട ദർശനത്തിൽ ഞങ്ങൾ രണ്ടും കൂടെ പോകുന്നു. അപ്പോൾ ഒരു സ്ഥലത്ത് നിന്നപ്പം ഞാൻ നിർത്താൻ പറഞ്ഞ് ഞാൻ ഇറങ്ങി കൈപൊക്കി പ്രാർത്ഥിച്ചു. യെശയ്യാ 43 പറഞ്ഞ് ഞങ്ങൾ പ്രാർത്ഥിക്കും. എന്താണ്? വടക്കിനോട് തരിക, തെക്കിനോട് തടഞ്ഞു വെക്കരുത്, കിഴക്ക് പടിഞ്ഞാറൊന്നും ഞാൻ എന്ത് ചെയ്യും? ശേഖരിക്കും. അക്ഷരാർത്ഥത്തിൽ ആ വചനം പറഞ്ഞ് പ്രാർത്ഥിച്ച് നിൽക്കുമ്പോൾ ഇവൾ കണ്ട ഒരു ദർശനം. ഒരു ടെമ്പോ വരുന്നു, ഞങ്ങളുടെ ജീപ്പിന് ക്രോസ് ഇട്ടു. ആ ടെമ്പോ, ഈ ടെമ്പോ ഈ അതിൽ നിറച്ച് ചാക്കുകളാണ്. അതിനകത്തുനിന്ന് ഡ്രൈവർ അങ്ങോട്ട് ഒരു ചാക്ക് എടുത്തിട്ട് പൊട്ടിച്ചു. മൊത്തം മണലായിരുന്നു. അത് പൊട്ടിച്ച് ഞങ്ങളുടെ ജീപ്പിലോട്ടിട്ടു. ബോണറ്റിൽ മൊത്തം പൊടിയായി, ഒന്നും കാണത്തില്ല. ഗ്ലാസ്സിലും ബോണറ്റിലും എല്ലാം പൊടി, കണ്ണിലും പൊടി. അപ്പോൾ ഇവളിറങ്ങി ചെന്ന് ചോദിച്ചു, എന്തോ ചേട്ടാ ചെയ്തെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, നിങ്ങളുടെ കൂടെ ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ കുറേ നാളായിട്ട് നടക്കുന്നു. ഞാൻ എൻ്റെ വക ചെറിയൊരു സമ്മാനം തന്ന ഇത് ഇരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് പുള്ളി അങ്ങ് പോയി. അപ്പോൾ തന്നെ എന്നെ ഉണർത്തി പറഞ്ഞാൽ ഇങ്ങനെ ഒരു സ്വപ്നം കണ്ടു. ഞാൻ പറഞ്ഞു, സാരമില്ല, പ്രാർത്ഥിക്കും, രക്തം ചെയ്യും. നേരം വെളുത്ത് എഴുന്നേറ്റപ്പോൾ എൻ്റെ മുഖത്ത് ചെറിയ മണൽ വീണ പോലെ പൊങ്ങാൻ തുടങ്ങി. 2 ദിവസം കൊണ്ട് അതങ്ങ് അരി പൊരിയുന്ന പോലായി. ഉച്ചി മുതൽ ഉള്ളംകാല് വരെ ആവാതെ ചൂട്. ഞാൻ എഴുന്നേൽക്കുമ്പോൾ എൻ്റെ തൊലി അകത്തേക്കാണ്. ഞാൻ ക്ലോസറ്റെ ഇരുന്നാൽ എഴുന്നേൽക്കുമ്പോൾ അത്രയും ഭാഗത്തേക്കാണ്. അങ്ങനെ കഷ്ടപ്പെട്ടു. അതങ്ങ് കരിഞ്ഞു. പക്ഷേ അതിലും വലിയൊരു പ്രശ്നം ഉണ്ടായ ഒരു ദിവസം ഞാൻ നടന്നു പോകുമ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ ബാലൻസ് പോവുക. അതോടെ എനിക്ക് നടക്കാൻ വയ്യാതായി. കഴുത്തിന് താപ്പോട്ട് സ്പർശനശേഷി പോയി. വന്നു, സ്പൈനൽ കോഡിന് ഇൻഫ്ലമേഷനാണെന്ന് പറഞ്ഞു. സ്റ്റിറോയിഡ് സ്റ്റാർട്ട് ചെയ്തു.
പക്ഷേ ഡോക്ടേഴ്സിനോട് എന്നെ ദിവസം മാറിയോ ചോദിക്കുമ്പോൾ സത്യത്തിൽ മാറിയില്ല. ഞാൻ എനിക്ക് കാര്യമായ വ്യത്യാസം ഉണ്ടായില്ലെന്നുള്ളതാണ് സത്യം. എന്നിട്ടും ഞാൻ ഡിസ്ചാർജ് ആക്കി. ഓറലി സ്റ്റിറോയിഡ് എടുക്കാൻ തുടങ്ങി. പലരും സംശയിച്ചു ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസാണോ. അങ്ങനെ ഒരു ഡിസീസ് ഉണ്ടല്ലോ, കണ്ടുപിടിക്കാൻ ഒക്കാത്ത എല്ലാ രോഗത്തിനും ഡോക്ടർമാരിടുന്ന പേരെന്താ? ഓട്ടോ ഇമ്മ്യൂണാണ്. പ്രത്യേക ഓട്ടോ ഇമ്മ്യൂൺ ആയിരിക്കാം. ആണെങ്കിൽ എന്ത് ചെയ്യും? ലൈഫ് ലോങ് സഫർ ചെയ്യണം. മറ്റൊരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. പക്ഷേ ഞാൻ വടി കുത്തി നടക്കാൻ തുടങ്ങി. ഇരുന്നുകൊണ്ട് പ്രസംഗിക്കാൻ തുടങ്ങി. ഞാൻ പൗർഷ്യലൊക്കെ പ്രസംഗിക്കുന്ന ഇരുന്നുകൊണ്ടായിരുന്നു. ഞാൻ വടി കുത്തി നടക്കുന്നത് കണ്ടപ്പോൾ കോട്ടയത്തുള്ള എൻ്റെ ഒരു ജോണിച്ചായ സങ്കടമായി. ഇവിടെ ആലപ്പുഴയിൽ പോയി ഒരു കാലം കൂടെ മേടിച്ചു കൊടുത്തു. ഇരുമ്പിൻ്റെ കാലം കൂടെ. നീ വടി കുത്തുന്ന നാണക്കേടല്ലേ, കാലം കൂടെ കുത്തിക്കും. പക്ഷെ ഒരു ശവടക്കിന് കാലം കൂടെ കുത്തിപ്പോയി എന്നെ താങ്ങാൻ കാലം കൂടയ്ക്കും കഴിഞ്ഞില്ല. ഞാൻ ആ ശവക്കോട്ടയിൽ ഇരുന്ന് പോയി. ഞാൻ ഈ ശവക്കോട്ടയിൽ ഇരിക്കുന്നത് ലൈവായതുകൊണ്ട് ലോകം മുഴുവൻ കണ്ടു. കോട്ടയത്ത് നിന്ന് കുറച്ച് ആൻറ്റിമാർ വന്നു. പക്ഷേ സങ്കടം സഹിക്കാൻ വയ്യ. അമ്മമാരാ. അവരെന്നെ ഒരു കസേര ഇരുത്തി വട്ടമിരുന്നു. ആ പാവ അമ്മമാരുടെ കണ്ണീര് എൻ്റെ ദേഹത്തോട് ഒലിച്ചിറങ്ങി. ഇതിനിടയ്ക്ക് എനിക്ക് വേണ്ടി 40 ദിവസം ഉപസിച്ച ഒരു ഗ്രേസി അമ്മച്ചിയുണ്ട്, 21 ദിവസം വെച്ച തീമത്തിയുണ്ട്. എന്നെ സൗഖ്യമാക്കുന്നവരെ ഗൾഫിൽ പുറത്ത് ജോലി ചെയ്തുകൊണ്ട് ഉപസിച്ച അഭിജിത്തുണ്ട്. അങ്ങനെ എത്ര ചൊപ്പ. പക്ഷേ അമ്മമാരുടെ കണ്ണീര് വീണ്ടും ഒഴുകിയ അന്ന് എൻ്റെ സെൻസേഷൻ തിരിച്ചു വന്നു. എനിക്കൊരു കർത്താവിനെ അറിയാം. രോഗത്തിൽ ഇടപെടുന്ന ഒരു യേശുണ്ട്. രോഗം വന്ന് മരിക്കില്ലെന്നൊന്നും ഞാൻ പറയില്ല. പക്ഷേ സമയത്തിന് മുമ്പുണ്ടാകുന്ന രോഗത്തിൽ നിന്നെ ഒതുക്കാൻ വരുന്ന രോഗബന്ധനങ്ങൾ ഇടപെടുന്ന ഒരു യേശുണ്ട്. കരം പിടിച്ച് സ്തുതിച്ചേ. യേശു ഇടപെടും. യേശു ഇടപെടും. ഇടപെടുന്ന യേശു എന്ത് വരുത്തും? സമാധാനം വരുത്തും. അങ്ങനെയെങ്കിൽ രാത്രി ദീനത്തിൽ എൻ്റെ കിടക്ക മാറ്റി വിരിക്കുന്ന ഒരു യേശുണ്ട്. 2 രീതിയിൽ സൗഖ്യം നടക്കാം. ഒന്ന് ഈ സഡൻ ഹീലിംഗാണ്, മറ്റൊന്ന് രോഗശാന്തിയാണ്. അതുകൊണ്ടാണ് പൗലോസിനോട് കർത്താവ് പറഞ്ഞു, മുള്ളവിടെ ഇരുന്നോട്ട്, എൻ്റെ കൃപ, എൻ്റെ ശക്തി ബലഹീനതയിൽ രോഗത്തെ കവിയുന്നൊരു ദൈവകൃപയുണ്ടാകും. ആ രോഗം അവിടെ ഇരിക്കുമ്പോൾ തന്നെ അതിൻ്റെ മുകളിൽ നടക്കാനുള്ളൊരു ദൈവകൃപ കിട്ടും. സ്തുതിച്ചൊന്ന് പ്രാർത്ഥിച്ച്, എല്ലാവരും സ്തുതിച്ച് പ്രാർത്ഥിച്ച്. രാത്രി യേശു വന്നിട്ടുണ്ട് ഇടപെടാൻ. യേശു വന്നിട്ടുണ്ട് ഇടപെടാൻ. യേശു വന്നിട്ടുണ്ട് ഇടപെടാൻ. അന്തരവൈഡം വൈഡപരന്ധം ധീരപരക്ഷം വേദികരാക്ഷം ബാധകരന്ധം രേഖജരാജം. എല്ലാവരും ആരാധിച്ചേ. പരിശുദ്ധാത്മസ്നാനം പ്രാപിച്ച എല്ലാവരും കരങ്ങൾ അടിച്ച് സ്തുതിച്ച് ആരാധിച്ചു. യേശു സമാധാന പ്രഭുവാണ്. അതുകൊണ്ടാണ് നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, ആധിപത്യം അവൻ്റെ തോളിലിരിക്കുന്നു, അവൻ അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു. എല്ലാവരും പറഞ്ഞേ, നിത്യപിതാവ്. ഈ സമാധാന പ്രഭുവായ ദൈവം നിത്യപിതാവാണ്. ഞാൻ ഒരു കാര്യം പറഞ്ഞാൽ യാഥാർത്ഥ്യമായിട്ട് മനസ്സിലാക്കണം. മനുഷ്യരുടെയൊക്കെ ഏറ്റവും വലിയ പ്രശ്നം പലർക്കും ആരും ഇല്ലെന്നുള്ള. സിറ്റിയാണ് തിരുവനന്തപുരം. അത്രയും വലിയ മെട്രോപൊളിറ്റൻ സിറ്റി അല്ലെങ്കിൽ പോലും ഒരു അത്യാവശ്യം പട്ടണമാണ്. എന്നാൽ പിന്നെയും നമുക്ക് മെട്രോപൊളിറ്റൻ സിറ്റികളുണ്ട്. മുംബൈയും ചെന്നൈയും ന്യൂയോർക്കും ഒക്കെ മെട്രോപൊളിറ്റൻ സിറ്റികളാണ്. സിറ്റിയെക്കുറിച്ച് ഞാൻ കേട്ട നല്ലൊരു ഡെഫിനിഷനുണ്ട്, എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഡെഫിനിഷൻ. സിറ്റി ഈസ് എ പ്ലേസ് വെയർ ദർ ആർ ലോട്ട് ഓഫ് ലോൺലി പീപ്പിൾ സ്റ്റേയിങ് ടുഗദർ. ആരും ഇല്ലാത്ത കുറേ മനുഷ്യൻ താമസിക്കുന്ന സ്ഥലത്തിൻ്റെ പേരെന്താ? സിറ്റിയാണ്. സിറ്റിയിലുള്ളത് ആരാ? സിറ്റി താമസിക്കുന്ന ആരാ? 100 കണക്കിന് വണ്ടികൾ ഒഴുകും, അതിനകത്തെല്ലാം ആളുകളുണ്ട്. ആരാ? നമുക്ക് പോലും അറിയത്തില്ല. അറിയാമോ? ഇല്ല. അതുകൊണ്ടാണ് പലരും അമേരിക്കയിൽ നിന്നും മരിക്കാറാകുമ്പോൾ നാട്ടിൽ വരുന്നത്. ഒന്നുമില്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ ഉണ്ടല്ലോ എന്നൊരു ചിന്ത. സത്യമല്ലേ? മനുഷ്യർക്കൊന്നും ആരുമില്ലെന്നുള്ളത് സത്യം. നമുക്ക് തോന്നും ഇപ്പം പിള്ളേരുണ്ടെന്ന്. തോന്നല. ചെറുക്കം കെട്ടുമ്പോൾ ആര് കൊണ്ടുപോകും?
പെണ്ണ് കൊണ്ടുപോകും. പെണ്ണിനെ കെട്ടുമ്പോൾ ആരും കൊണ്ടുപോകും? ചെറുക്കം കൊണ്ടുപോകും. അപ്പോൾ അമ്മച്ചി സാക്ഷ്യം പറഞ്ഞു, എൻ്റെ മോൾ എന്നെ UK കൊണ്ടുപോകാം. വാഗ്ദത്തം നിവർത്തീകരിച്ചെന്ന്. കുന്തവ കൊച്ചിനെ നോക്കാൻ കൊണ്ടുപോയതാ. സോറിയേ. പിന്നല്ലാതെ ആരോഗ്യമില്ലാത്ത ഒരൊറ്റ അമ്മയെ കൊണ്ടുപോയ ഒരാളുടെ പേര് പറഞ്ഞു. അപ്പോൾ അവർ ഇൻഷുറൻസിൻ്റെ കാര്യം പറയും, ചത്ത ബോഡി കൊണ്ടുവരാൻ പാടാന്ന് പറയും. ആരോഗ്യമുള്ളവരെ കൊണ്ടുവന്ന് ആർക്ക് വേണ്ടിയാ എന്ന് ഞാൻ പറഞ്ഞാൽ നിഷേധിക്കരുത്, അതൊരു സത്യമാണ്. ആരോഗ്യമില്ലാത്തവരെ ആർക്ക് വേണം? പക്ഷേ എൻ്റെ കർത്താവ് പറഞ്ഞു, നിന്നെ ഞാൻ ഒരു നാളും അനാഥരായി വിടുകയില്ല. യേശുക്രിസ്തുവിൻ്റെ ജീവിതം എന്തുകൊണ്ടാണ് സുവിശേഷമായത്? ഞാനത് പറയുമ്പോൾ നിങ്ങൾ എന്നെ തെറ്റിദ്ധരിക്കരുത്. പക്ഷേ അതൊരു സത്യമായൊരു കാര്യമുണ്ട്. ആരുമില്ലാത്ത കുറേ വർഗ്ഗം ഉണ്ടെങ്കിൽ അത് പാസ്റ്റർമാരാണ്. ആരുമില്ലാത്തൊരു വർഗ്ഗം, അത് സത്യമാണ്. ഞാൻ പറയാം, ഭാര്യയും ഭർത്താവും കൂടെ വഴക്കുണ്ടായ നല്ല ശതമാനം എൻ്റെ വിശ്വാസികൾ പെതുക്കെ എന്നോടൊന്ന് പറയും, പൊന്നു പ്രിൻസിപ്പാസ്റ്റേ, നല്ല മോനെ, ഒരാഴ്ചയായിട്ട് ഇടത്തോടെ അവള് മിണ്ടുന്നില്ല. പക്ഷെ മിണ്ടിയില്ലെന്ന് പറയരുത്, അഭിമാനിയാ. പിന്നെ ഇടുനാശം വെള്ളപ്പൊക്കോ പറയാതെ പാസ്റ്റർ വന്നൊന്ന് ഇടപെട്ടേക്കണം. നമ്മൾ പെതുക്കെ ചെന്നിട്ട് പറയും, ഇറങ്ങാൻ നേരത്ത് ഒരു ആത്മനിയോഗം, കരം കോർത്ത് പിടിച്ചൊന്ന് പ്രാർത്ഥിച്ച്. ഇങ്ങനൊക്കെ പാസ്റ്റർ പറഞ്ഞെങ്കിൽ പറഞ്ഞിട്ടാന്ന് ഓർത്തോണേ. യോഗമൊന്നുമല്ല പറഞ്ഞതാ. ആരാ പുള്ളിക്കാരന്? സത്യമാണോ? പാസ്റ്ററും ഭാര്യയും കൂടെ അല്ല, വിശ്വാസികളുടെ കുടുംബക്കാരത്തിൽ പാസ്റ്റർ ഇടപെടുവോ? പറ, ഇടപെടുവോ? പാസ്റ്ററും ഭാര്യയും കൂടെ പ്രശ്നം ഉണ്ടായി ആരോട് പറയും? ആരോട് പറയാനാ? ആരോട് പറയാനാ? എല്ലാ പാഷാന്റിമാരോടും ഞാൻ പറയാം, ഒരൊറ്റ സഭാവിശ്വാസിയോട് പറഞ്ഞേക്കരുത്. പറഞ്ഞ ഭയങ്കര ചക്കരയും വീരമായിരിക്കും. അവരവരുടെ കെട്ടിയോനോട് പറയും. കെട്ടിയോൻ കമ്മിറ്റി വരുമ്പോൾ നിങ്ങളുടെ പാസ്റ്റർ ട്രാൻസ്ഫർ ചെയ്യും, എഴുതി കൊടുക്കും, അയാളെ ശരിയല്ലെന്ന് കേട്ടോ, കുടുംബജീവിതം ശരിയല്ലെന്ന്. അപ്പോൾ എന്നോട് പറഞ്ഞവർ അബദ്ധം പറ്റിയവരുണ്ട്. അതുകൊണ്ട് ഞാൻ എല്ലാ പാസ്റ്റർ ഭാര്യമാരോടും പറയും, ഒരു കാരണവശാലും ഒരാളോടും കുടുംബകാര്യം എന്ത് ചെയ്യരുത്, പറയരുത്. 100 കണക്കിന് കുഞ്ഞുങ്ങളുടെ രഹസ്യം എൻ്റെ ചങ്കിനകത്തുണ്ട്. ഞാൻ അഹങ്കാരം പറയല്ല. കുടുങ്ങിപ്പോയ മക്കളെ രക്ഷിക്കാൻ എൻ്റെ ചെറുപ്പത്തിൻ്റെ ആവേശത്തിൽ ഞാൻ ജീവൻ കളഞ്ഞ് ഒറ്റയ്ക്ക് ഞാൻ പോയിട്ടുണ്ട്, വലിച്ചുകൊണ്ട് ഇറക്കിക്കൊണ്ടുവരാൻ. സത്യം പാസ്റ്റേ, എൻ്റെ ജീപ്പിനകത്ത് ഞാൻ അത്യാവശ്യം ക്രമീകരണം ഞാൻ ഒറ്റയ്ക്ക് പോയിട്ടുണ്ട് രക്ഷിക്കാൻ. കിട്ടിയിട്ടുമുണ്ട്, രക്ഷിച്ചിട്ടുമുണ്ട്, കേസ് എടുത്തിട്ടുണ്ട്, നടത്തിയിട്ടുണ്ട്, ഇറങ്ങിപ്പോയതിനെ ഞാൻ അടുപ്പിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. എന്തെല്ലാം കുരുത്തക്കേട് കാണിച്ചിട്ടുണ്ട്. ഇപ്പോഴല്ല, കുരുത്തക്കേടെന്ന് ഞാൻ എന്നെ വിളിക്കത്തില്ല, ജീവൻ കളഞ്ഞ് ഞാൻ പോകുമായിരുന്നു. പക്ഷെ ഞാൻ തിരിച്ചൊരു ചോദ്യം ചോദിക്കുക, പാസ്റ്റർ കുഞ്ഞിനൊരു പ്രശ്നം വന്നാൽ ആരോട് പറയും? ചെറിയൊരു പ്രശ്നം വന്നപ്പോൾ അടുത്ത ട്രാൻസ്ജെൻഡർ പറഞ്ഞു മാറ്റിയേക്കാൻ. എന്നാ കാര്യം? സ്വന്തം കുടുംബത്തെ നന്നായി ഭരിക്കാൻ അറിയാത്തവൻ വേണ്ട പാസ്റ്റർ. സ്വന്തം കുടുംബത്തെ നന്നായി ഭരിക്കാൻ. കാലിനൊരു വേദനയുണ്ടായ ഒരു പാസ്റ്റർ മോന് എന്നോട് സങ്കടം പറഞ്ഞ, അവനൊരു അത്യാവശ്യം, മറ്റാരും അല്ല, പേര് പറയുന്നത് മോശമാണോ, മരിച്ചുപോയ ചിക്കു എന്നോട് പറഞ്ഞാണ്, കംപ്ലൈൻ്റായി. അപ്പോൾ ചിക്കുവിന് കാലിന് പ്രശ്നമായതുകൊണ്ട് ഈ കാലിന് വേദന മാറ്റുന്ന ഒരു ഷൂസ് 2-3 മേടിച്ച്, 2 കൊടുക്കുകയോ ചെയ്താൽ നല്ല വിലയുള്ളതാണ്. സെക്രട്ടറിയുടെ ഭാര്യ വന്നപ്പോൾ ഈ ഷൂസ് എണ്ണിയിട്ട് അടുത്ത പ്രാവശ്യം കമ്മിറ്റി പ്രശ്നം ഉണ്ടാക്കി. ഇതൊക്കെയാണ് സംഭവിക്കുക. പാസ്റ്റർക്കാരാ ഉള്ളേ? പാസ്റ്റർക്കാരില്ല. പക്ഷെ പാസ്റ്ററിനെ വേല വിട്ടു പോകാത്തേ? ഇതൊക്കെയാണെങ്കിലും 90% പാസ്റ്റർമാരും ആഗ്രഹിക്കും മക്കൾ എന്തോ വരാൻ, സുവിശേഷകരാകാൻ ആഗ്രഹിക്കുമോ? എന്തുകൊണ്ടാണെന്നറിയാമോ? ഒറ്റ കാര്യ, അങ്ങനെ ഒരു സ്വകാര്യ സങ്കടത്തിൽ ഞാൻ കിടന്നു. എൻ്റെ വ്യക്തിപരമായൊരു സങ്കടം ആരോട് പറയണ? ഞാൻ എന്നെ ജീവിതം പഠിപ്പിച്ച ഏറ്റവും വലിയ സത്യം ഒരാളോടും പറയരുത്. ഞാൻ പറഞ്ഞതെല്ലാം എനിക്ക് 8ൻ്റെ പണിയായി. ഞാൻ എൻ്റെ സങ്കടങ്ങൾ പറഞ്ഞതെല്ലാം എനിക്ക് പണിയായി. അങ്ങനെ ഒരു രാത്രി ഞാൻ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ വെളുപ്പിന് 2:45 എൻ്റെ ഫോൺ ബെല്ലടിച്ചു. ഞാൻ ഒറ്റയ്ക്ക് എൻ്റെ തിണ്ണെ ഇറങ്ങി ലൈറ്റ് ഓഫ് ചെയ്തിരിക്കുക. പാഷ ബെല്ലടിക്കുന്നു. ഞാൻ നോക്കിയപ്പം പാഷ സാമച്ചൻ പുല്ലൂര, അദ്ദേഹം ഒരു പ്രവാചകനാണ്, നിങ്ങൾക്കറിയാം. ഞങ്ങളങ്ങനെ റെഗുലർ കോണ്ടാക്റ്റ് ഒന്നും ഇല്ല. പക്ഷെ അച്ഛൻ എനിക്ക് എന്നോട് സ്നേഹമാണ്, എനിക്ക് സ്നേഹമാണ്. അച്ഛൻ വിളിച്ചു, പ്രിൻസിപ്പാൾ അല്ലേ? ഞാൻ ചോദിച്ചാന്ന്. എന്താ അച്ചായ? മോൻ്റെ കല്യാണം വിളിക്കാനാ. വെളുപ്പിന് 2:45. എൻ്റെ അച്ഛാ കല്യാണം വിളിക്കാനാണ്. അച്ഛൻ ഇവിടെ അമേരിക്കയിലാണ്. ഓ, ഞാൻ പുല്ലൂരാ മോനെ. പുല്ലൂന്ന് 2:45 വലിയ കല്യാണം വിളിക്കുമോ എല്ലാവരും വെളുപ്പിനെ? ഞാൻ ചോദിച്ചും പറഞ്ഞ്, കല്യാണം വിളിക്കാൻ വേണ്ടി നിൻ്റെ പേരെഴുതിയിട്ടിരുന്നു. പക്ഷെ അതിനല്ല ഇപ്പം വിളിച്ചത്, നീ ഉണർന്നിരിക്കുവാണെന്ന്
ഒരു വിഷയം വെളിപ്പാട് കാണിച്ച് ദൈവം എന്നെ ഉണർത്തിയിട്ട് പറഞ്ഞ് ഇപ്പം പറയണം, ഇന്നതാ വിഷയം. ഞാൻ എന്തിനുണർന്നിരുന്നോ അതിൻ്റെ ഉത്തരവാദിത്വം. ഒറ്റ മനുഷ്യൻ കണ്ടില്ല ഞാൻ അവിടെ ഇരിക്കുന്നത്, പക്ഷെ എനിക്കൊരു കർത്താവിനെ അറിയാം. എൻ്റെ കണ്ണ് നനഞ്ഞ അറിയുന്ന ഒരപ്പനുണ്ട്. എൻ്റെ കണ്ണ് നനഞ്ഞ അറിയുന്ന ഒരപ്പനെ എനിക്കറിയാം. ഈ രാത്രി 1000 നാവോടെ ഞാൻ വിളിച്ചു പറയും, ഈ ദൈവം എൻ്റെ പിതാവാ, ഈ ദൈവം എൻ്റെ പിതാവാ. കരമെല്ലാം ഉയർത്തി പറഞ്ഞേ. മറ്റൊരനുഭവം ഞാൻ പറയാറുണ്ട്, സന്തോഷം കൊണ്ട് വീണ്ടും പറയാം. ധാരാളം അനുഭവങ്ങളുണ്ട്, എന്നാലും ഒരനുഭവം 2018 പ്രളയം കഴിഞ്ഞപ്പോൾ വല്ലാത്ത ഒരന്തരീക്ഷം. പ്രളയം കഴിഞ്ഞു, ഞങ്ങളും ക്യാമ്പൊക്കെ നടത്തി. പക്ഷെ ഒരു രാത്രി എന്നെ ഒരു ഭയം ബാധിച്ചു. ഈ വേദത്തിൽ വാക്യമുണ്ട്, ഭയത്തിന് എന്തുണ്ട്? ദണ്ഡനമുണ്ട്. ഭയങ്കര ടോർച്ചറിങ്ങാണ്. അതൊരു പൈശാചിക പോരാട്ടമായിരുന്നു. ഭയം എന്നെ ഇങ്ങനെ ബാധിച്ചു. ഞാനങ്ങനെ പേടിക്കുന്ന ഒരാളല്ല കേട്ടോ. സ്വാഭാവികമായിട്ട് എനിക്ക് ദൈവം പല സാഹചര്യങ്ങളും ഒരു കൃപ തന്നിട്ടുണ്ട്. ആ രാത്രി ഒരു ഭയം ബാധിച്ചു. ഞാൻ ഹോളിൽ പോയിരുന്നു. എൻ്റെ ഭാര്യയോട് പറഞ്ഞു പ്രാർത്ഥിക്കാൻ പോകാൻ. ഒരു സുഹൃത്ത് വരും. സുഹൃത്തിനെ വിളിച്ച് സുഹൃത്ത് വന്നു. അദ്ദേഹം വെളുപ്പിന് ഒരു 4 മണി വരെ എൻ്റെ കൂടെ ഇരുന്ന് പ്രാർത്ഥിച്ചിട്ട് പോയി. 4 മണി 5 മണിയായപ്പോൾ ഞാൻ വെറുതെ അവിടെ തന്നെ കിടന്നൊന്ന് ഉറങ്ങി. കണ്ണിലോട്ട് ചെറുകെ മയക്കം കയറുന്നു. നേരം വെളുത്തില്ല, ആളെ തിരിച്ചറിയത്തില്ല, പരപരാ വിളിക്കുന്നു. എൻ്റെ ഭാര്യ എന്നെ ഹോളി വന്നിട്ട് വിളിച്ചു. ഹോളും വീടും അടുത്താ. ചേച്ചാ ഒരാൾ വീട്ടിൽ വന്ന് അച്ഛനെ കാണണമെന്ന് പറഞ്ഞ് കുളിമ്പരടിച്ചു. പെട്ടെന്ന് പറഞ്ഞു. ഞാൻ ചെന്നപ്പോൾ ഒരു സഹോദരനാ. എന്നാ സഹോദര? അദ്ദേഹം പറഞ്ഞു, ഒന്നുമില്ല, രാവിലെ ഭാഷ എവിടെയെങ്കിലും പോകുന്നതിന് മുമ്പൊന്ന് വന്നാ, ഭാഷ എവിടെയെങ്കിലും പോയാൽ കാണാൻ ഒക്കത്തില്ല. ശരി, എന്നാൽ ഞാനൊന്ന് പ്രാർത്ഥിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞ് അദ്ദേഹം വീടിനകത്ത് പ്രാർത്ഥിക്കാൻ കയറിയിട്ട് ചോദിച്ചു, എന്നോട് ചോദിച്ചു, പേടിച്ചോ? ഞാൻ ചോദിച്ചു, എന്താ ചുറ്റി? ഉള്ള പറ, പേടിച്ചോ? ഞാൻ പറഞ്ഞു, പേടിച്ചു. 2 മണിയായപ്പം കർത്താവ് എന്നെ തട്ടി ഉണർത്തിയിട്ട് പറഞ്ഞു, അദ്ദേഹം വളരെ ദൂരത്തുനിന്ന് വന്നാ, എൻ്റെ ദാസൻ, എൻ്റെ മകൻ പ്രിൻസ് റാന്നി പേടിച്ചിരിക്കുന്നു, നീ എന്ന് പറയണം, ഭയപ്പെടണ്ട, നിന്നോട് കൂടെ ഉണ്ടെന്നാ. ഞാൻ എൻ്റെ കൂടെ പ്രാർത്ഥിച്ച ദൈവദാസനോടും പറഞ്ഞില്ല ഞാൻ പേടിച്ചെന്ന് കേട്ടോ. പക്ഷെ എനിക്കൊരു കർത്താവെ അറിയാം. ഞാൻ ഒറ്റയ്ക്ക് പേടിച്ചിട്ട് അവിടെ ഇരുന്നപ്പോൾ ദൂരെ എന്നൊരാളെ പറഞ്ഞു വിട്ട എൻ്റെ കർത്താവ്. അതുകൊണ്ട് 1000 നാവോടെ ഞാൻ പറയും, നിത്യപിതാവായ ഒരാളുണ്ട്, യേശു. അങ്ങനെയെങ്കിൽ വചനം സത്യ. യേശു നിത്യപിതാവാ, സമാധാന പ്രഭുവാ. കരമെല്ലാം ഉയർത്തി പറഞ്ഞേ. ഈ രാത്രി എൻ്റെ കർത്താവ് വന്നിട്ടുണ്ട്. ഈ രാത്രി എൻ്റെ കർത്താവ് വന്നിട്ടുണ്ട്. യേശു നിത്യപിതാവാ. അതുകൊണ്ട് തന്നെ നാം പാടും, പിതാവില്ലാത്തവർക്ക് നല്ലൊരു താതനും പറ്റമ്മയെ കവിഞ്ഞ് ആർദ്രവാനും വിധവയുടെ കാന്തനും സാധുവിൻ്റെ അപ്പവുമായ ദൈവം. വായിക്കാം. ആ മോനെ പാടുന്ന മോനെന്തി ശാന്തമായിട്ടൊന്ന് വായിച്ചേ. എല്ലാവരും ഒന്ന് പാടിക്കേ. പിതാവില്ലാത്തവർക്ക് നല്ലൊരു താതനും പറ്റമ്മയെ കവിഞ്ഞ് ആർദ്രവാനും വിധവയുടെ കാന്തനും സാധുവിൻ്റെ അപ്പവും എല്ലാവർക്കും എല്ലാമായ എൻ്റെ ദൈവം. കരങ്ങൾ ഉയർത്തിപ്പിടിച്ചേ. ഒരു ഹൃദയത്തിൽ നിന്നൊരു പാട്ടും വാക്ക് വിളിച്ചേ. അപ്പാന്ന് വിളിച്ചേ, അപ്പാന്ന് വിളിച്ചേ, അപ്പാന്ന് വിളിച്ചേ. ക്രിസ്ത്യാനിറ്റി എന്താന്ന് ഞാൻ ചോദിച്ചാൽ ഞാൻ പറയും, ഇതൊരു ബന്ധമാണ്. ഇറ്റ് ഈസ് നോട്ട് ആൻ ഐഡിയ, ഇറ്റ് ഈസ് നോട്ട് എ ഫിലോസഫിക്കൽ റിലിജിയൻ, ഇറ്റ് ഈസ് ഓൾ അബൌട്ട് റിലേഷൻഷിപ്പ്. ആരോടുള്ള ബന്ധം? അപ്പനോടുള്ള ബന്ധ, അപ്പനോടുള്ള ബന്ധ. നാം അനാഥരല്ല പ്രിയരെ. നമുക്കിവിടെ രാഷ്ട്രീയക്കാരെ സപ്പോർട്ട് ചെയ്യാൻ കാണത്തില്ല, നമുക്കിവിടെ വലിയ ബന്ധുബലം കാണത്തില്ല, നമുക്കിവിടെ പൊളിറ്റിക്കൽ സപ്പോർട്ട് കാണത്തില്ല, നമുക്കിവിടെ ഉദ്യോഗസ്ഥ വൃന്ദങ്ങൾ കാണണമെന്നില്ല. പക്ഷെ നമുക്കൊരാളുണ്ട്, കണ്ണു നനഞ്ഞ അറിയുന്ന ഒരപ്പനുണ്ട്. കര ഉയർത്തിപ്പിടിച്ച് അപ്പാന്ന് വിളിച്ച് ഈ രാത്രി ദാവീദിന്റെ സന്തതിയായി ജനിച്ച് നമുക്കൊരു ശിശു ജനിച്ചു. ആധിപത്യം അവന്റെ തോളിലിരിക്കുന്നു. അവൻ അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു. ഇരുകരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ചങ്കീന്ന് വിളിച്ചേ, അപ്പാന്ന് വിളിച്ചേ, ചങ്കീന്ന് വിളിച്ചേ, അപ്പാന്ന് വിളിച്ചേ. പിതാവില്ലാത്തവർക്കും പിതാവില്ലാ
വിധവയ്ക്കു കാന്തനും എല്ലാവർക്കും എല്ലാമൻ ഓ വിധവയ്ക്കു കാന്തനും. കുഞ്ഞുങ്ങളെ, ഈ ദൈവം നിങ്ങളുടെ പിതാവായ എന്റെ ദൈവം സ്വർഗസിംഹാസനം തന്നിരന്നിൽ എന്നെ ഓർത്തിടുന്നു. എന്റെ ദൈവം സ്വർഗസിംഹാസനം തന്നിരന്നിൽ എന്നെ ഓർത്തിടുന്നു. കോടാകോടി ഗോളമെല്ലാം പടച്ചവരെല്ലാറ്റിനും വേണ്ടതെല്ലാം നൽകി. കോടാകോടി ഗോളമെല്ലാം പടച്ചവരെല്ലാറ്റിനും വേണ്ടതെല്ലാം നൽകി. ഓ സൃഷ്ടികൾക്കൊക്കെയുമാനന്ദ കാരണം ദുഷ്ടന്മാർക്കേറ്റ സൃഷ്ടികൾക്കൊക്കെയും ആനന്ദ കാരണം ദുഷ്ടന്മാർക്കേറ്റ. അപ്പോൾ ആ വചനം എല്ലാവരും ചേർന്ന് പറഞ്ഞ്, അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു. എന്തുകൊണ്ടാണ് യേശുവിൻ്റെ ജീവിതം, ജനനം ഒരു സുവിശേഷമാകുന്നത്? ജനനം സുവിശേഷമാകുന്ന അവിടുന്ന് സമാധാന പ്രഭുവും നിത്യപിതാവും അത്ഭുത മന്ത്രിയും വീരനാം ദൈവവുമായതുകൊണ്ടാണ്. രണ്ട്, യേശുക്രിസ്തുവിൻ്റെ ജീവിതം ഒരു സുവിശേഷമായിരുന്നു. 12-ാമത്തെ വയസ്സിൽ യേശുവിനെ അപ്പനും അമ്മയും കൂടെ ദേവാലയത്തിൽ കൊണ്ടുവന്നുണ്ട്. 12 കഴിയുമ്പോൾ എന്തോ തുടങ്ങി? 13 തുടങ്ങുക. പക്ഷേ എനിക്കൊരു അത്ഭുതം തോന്നി. യേശുവിൻ്റെ ജീവിതം എങ്ങനെ കൗമാരക്കാർക്കുള്ള സുവിശേഷമാകുന്നു? 12-ാമത്തെ വയസ്സിൽ 3 ദിവസമായിട്ട് യേശുവിനെ കാണാൻ തപ്പിപ്പിടിച്ചു പോയി. ആരാ? അപ്പനും അമ്മയും. ഇവിടെ ഇരിക്കുന്ന എല്ലാ അമ്മയോടും ഞാൻ ചോദിച്ചോട്ടെ, 12 വയസ്സില്ല, നിങ്ങളുടെ കുഞ്ഞിനെ കണ്ടില്ലെങ്കിൽ അബദ്ധത്തെങ്കിലും നിങ്ങൾ ജയോത്സവത്തിൽ വന്ന് തപ്പുവോ? 12 വയസ്സുള്ള നിങ്ങൾ നമ്മുടെ കുഞ്ഞിനെ കണ്ടില്ലെങ്കിൽ അബദ്ധത്തെങ്കിലും ഇവിടെ കാണുമ്പോൾ തപ്പുവോ? ഇവിടെ കാലത്തിൽ നമുക്ക് ഉറപ്പാ കാണുമോ? പക്ഷെ എൻ്റെ യേശു 12-ാമത്തെ വയസ്സിൽ ദേവാലയത്തിലായിരുന്നു. എന്തുകൊണ്ടാണ് യേശുവിൻ്റെ കൗമാരൻ സുവിശേഷമാകുന്നത്? ഉപദേഷ്ടാക്കന്മാരുടെ നടുവിരുന്ന ഒരു യേശുണ്ട്. ഇന്നത്തെ വലിയൊരു അപകടമാണെന്ന് മനസ്സിലാക്കണം. 12 വയസ്സ് കഴിഞ്ഞ് യേശു തിരിച്ചു പോയിട്ട് 30 വയസ്സ് വരെ കാണുന്ന ഒരു കാര്യം ആർക്ക് കീഴടങ്ങിയിരുന്നു? മാതാപിതാക്കൾക്ക് എന്ത് ചെയ്തു? യേശുവിൻ്റെ ജീവിതം സുവിശേഷമാകുന്ന ഒറ്റ കാര്യം കൊണ്ടാണ് കൗമാരക്കാരെ, ഇന്ന് കൗമാരക്കാരെ പലപ്പോഴും സ്വാധീനിക്കുന്നത് പിയർ പ്രഷറാണ്. ഞാൻ കേട്ടുകൊണ്ടിരുന്ന ഒരാൾ, ഒത്തിരി സംഭവങ്ങളുണ്ടെങ്കിൽ ഒരു സംഭവം എൻ്റെ മനസ്സിൽ കിടക്കുന്നത്, ഒരു ഗ്രാമത്തിലൂടെ കുറച്ച് കൂട്ടുകാരും പെൺപിള്ളേരൊക്കെ പോകുമ്പോൾ ആ വീട്ടിലെ പെൺകുട്ടി മറ്റവരിട്ടതുപോലെ ഒരു കുട്ടി നിക്കർ ഇട്ടുകൊണ്ടിറങ്ങി. ചെറിയ എന്താ പറയുന്നത്, പിള്ളേരിടുന്ന ഷോർട്സ് ഇട്ടുകൊണ്ടിറങ്ങി. അപ്പം അപ്പം പറഞ്ഞു, മക്കളെ ഈ ഷോർട്സ് ഇട്ടുകൊണ്ട് ഇറങ്ങില്ല, കാരണം ഇവിടെ ഒന്നും ഇതാരും കണ്ടിട്ടില്ല, നമ്മുടെ കൊച്ചു ഗ്രാമമല്ലേ. അപ്പം കൂടെ ഇന്ന് പെൺപിള്ളേർ പറയുന്നു, ഒരു കാരണവശാലും അവളിപ്പം പെട്ടെന്ന് പോയി മറ്റേ എന്താ പാൻസോ ലെഗിൻസോ കണ്ട് ഇടാൻ തുടങ്ങിയ കൂട്ടുകാർ പറയുന്നു, ഒരു കാരണവശാലും ഇട്ടേക്കരുത്. എന്നാ കാര്യം ചോദിച്ചാൽ, ഇപ്പം നീ ഇളെ അനുസരിച്ചാൽ പിന്നെ ജീവിതകാലം മുഴുവൻ ഇയാൾ പറയുന്നത് എന്ത് ചെയ്യണം? പിയർ പ്രഷർ ഭയങ്കര. പക്ഷേ ഈ പിയർ പ്രഷർ ഉള്ളപ്പോൾ ഓർത്തോണം, യേശു ഏറ്റവും വലിയ സുഹൃത്തുക്കൾ അപ്പനും അമ്മയാണ്. എന്തും പറയാവുന്നത് അവരോടാ. ഞാൻ എന്തെല്ലാം ജീവിതം കണ്ടു. പെണ്ണിറങ്ങിപ്പോയപ്പം പിടിച്ചുകൊണ്ട് വന്നപ്പം അവൻ വെല്ലുവിളിക്കുക പോലീസിൻ്റെ മുമ്പിൽ വെച്ചാ, കൊണ്ടുവെക്കുക തമ്പ, പക്ഷെ നിങ്ങളുടെ കൊച്ചു ഗർഭിണിയാണ്, അവൻ്റെ വിരട്ടായിരുന്നു. പെണ്ണും പേടിച്ചു പോയി. ഗർഭിണിയാന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും പെണ്ണ് ആരുടെ കൂടെ പോകണം? അവരുടെ പോകണം. പക്ഷെ ജനിപ്പിച്ചത് അപ്പം പറഞ്ഞേ, ഞാൻ അയാൾ സാധാരണക്കാരനാണ്, വേറും പാവം പിടിച്ചവൻ. അയാൾ ഒരൊറ്റ വർത്തമാനം പറഞ്ഞു,
നീ പോടാ എൻ്റെ പാട്ടിന്. അവൾ ഗർഭിണിയാണ്, ഞാൻ പ്രസവം എടുത്തോളാൻ പറഞ്ഞു. അവൾ ഗർഭിണിയാണ്, ഞാൻ പ്രസവം എടുത്ത് കൊച്ചിനെ വളർത്തോടാ, പോടാ എൻ്റെ പാട്ടിന് എന്ന് പറയുന്ന ഒറ്റയാളേ ഉള്ളൂ, നിൻ്റെ അപ്പനാ. നിൻ്റെ അപ്പനെ പറയത്തുള്ളൂ. നാട്ടുകാർ പറയോ? ഇല്ല. അതുകൊണ്ട് എല്ലാ മക്കളും പറയട്ടെ, ഏറ്റവും വലിയ ഒരു കൗമാരക്കാരനെ ഞാൻ കണ്ടത് യേശുവാ. ആർക്ക് കീഴടങ്ങിയിരുന്നു? മാതാപിതാക്കൾ. ഇനി യേശുവിനെ കുറിച്ച് പറയുന്നു, ലൂക്കോസ് 2 പറയുന്നുണ്ട്, യേശുവോ ജ്ഞാനത്തിലും വളർച്ചയിലും, ലൂക്കോസ് 2 അവസാനിക്കുന്ന അങ്ങനെ, ദൈവത്തിൻ്റെയും മനുഷ്യൻ്റെയും കൃപയിൽ എന്ത് ചെയ്തു? മുതിർന്നു വന്നു. യേശുവിൻ്റെ ജീവിതം എന്തുകൊണ്ട് സുവിശേഷമാകും? ദൈവത്തിൻ്റെയും മനുഷ്യൻ്റെയും കൃപ. ദൈവത്തിൻ്റെയും മനുഷ്യൻ്റെയും കൃപയ്ക്കൊരു കാര്യമുണ്ട്. 2 അനുഗ്രഹം വേണം. ദൈവാനുഗ്രഹം വേണം, മനുഷ്യാനുഗ്രഹം വേണം, അപ്പൻ്റെ അമ്മയുടെ അനുഗ്രഹം വേണം. അതിന് ഞാൻ പറയുന്നത് എൻ്റെ ജീവിതത്തിൻ്റെ ഒരു സാക്ഷിയാണ്. എൻ്റെ അപ്പൻ മരിച്ചുപോയി. എൻ്റെ അപ്പനെ ചെറുക്കെങ്കിലുമൊക്കെ അറിയാം, ദേവസ്വമാർക്ക് അറിയാം, പാഷക്കൊക്കെ അറിയാം. നല്ല നരച്ച മുടി, തൂവെള്ള കതർ ജുബ, കതർ മുണ്ട്, കതറിൻ്റെ പോക്കറ്റിൽ ഒരു പേഴ്സ്, പേന. ഇതായിരുന്നു എൻ്റെ അപ്പൻ. ആരും നോക്കുന്ന സൗന്ദര്യം. അതിൻ്റെ കോണീശ എനിക്ക് കിട്ടിയില്ല. ഗതികേടാ. അതിനൊരു കാരണമുണ്ട്. എൻ്റെ അമ്മ ഇത്രയേ ഉള്ളായിരുന്ന ഒരു അമ്മയാണ്. പിന്നെ എനിക്ക് അപ്പനോട് പിണക്കായിരുന്നു എൻ്റെ അമ്മയെ കെട്ടിയത്. എന്നാൽ എൻ്റെ അമ്മ പൊക്കമുള്ളവരെന്നാൽ കെട്ടിയായിരുന്നു ഞങ്ങൾക്ക് സ്മാർട്ടാകത്തില്ല. സങ്കടം മാറ്റിയത് കുറേ പ്രായം കഴിഞ്ഞപ്പോൾ അമ്മയും കൊണ്ട് ഒരു ദിവസം പോയപ്പം റോഡേ ഒരാൾ വരുന്നു, ഇത്രയേ ഉള്ളൊരാൾ. എൻ്റെ അമ്മേനോട് പറഞ്ഞേടാ, ആ മനുഷ്യനെ കണ്ടോ? നോക്കല്ലേ, നോക്കാതെ നോക്ക്, കണ്ടു. എന്നെ അമ്മ കല്യാണം ഉറച്ചതാ, മാറിപ്പോയതാ ആ പുള്ളിയാട്ടാ. എങ്ങാണോ ആ പുള്ളിയെ കെട്ടിയായിരുന്നെങ്കിൽ നമ്മുടെ ഗതികേടെന്താ? കല്യാണം ദൈവ പദ്ധതിയാ. ചിലപ്പം ചൊല്ലി ചോദിക്കത്തില്ല, കറുത്ത ചെറുക്കനെ, ഈ വെളുത്ത പെണ്ണ് എന്തിനാണ് ഈ കറുത്ത ചെറുക്കനെ കെട്ടിയത്? കറുത്ത ചെറുക്കനെ കെട്ടിയോണ്ടാണ് പിള്ളേർക്ക് ഇരുനിറമായത്. കറുത്ത ചെറുക്കനും വെളുത്ത പെണ്ണും കൂടെ കെട്ടിയോണ്ടൊരു ഗുണമുണ്ടായി. കൊച്ചിൻ്റെ കളർ എന്താ? ഇരുനിറ. ഇതെല്ലാം ദൈവ പദ്ധതിയാ. ആണോ? ഓക്കെ. ഏതായാലും എൻ്റെ അപ്പൻ്റെ പോക്കറ്റ് പേഴ്സുണ്ട്. ആ പേഴ്സിനകത്ത് നിറച്ച് പൈസ. ഞാൻ അപ്പോൾ മരിച്ചുകൊണ്ട് പറയാം, 1,00,000 രൂപ കാണും. ഒരു കള്ളനും കൊണ്ടുപോയിട്ടില്ല. ആരും അടിച്ചു മാറ്റത്തുമില്ല. അടിച്ചു മാറ്റിയാൽ അപ്പോൾ പറയും, എടുത്തെന്ന് എനിക്കറിയാം, ഞാൻ മിണ്ടാഞ്ഞ. അതിനകത്ത് പൈസയുണ്ട്. ചോദിക്കുമ്പോൾ ഒരു കഥ പറയും, എടാ ഈ പേഴ്സിൽ പൈസ ഇരിക്കുന്നത് എന്താണെന്നറിയും? അക്ഷയപാത്രം എന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ? എടുത്താൽ അതുപോലെ നിറയും. അങ്ങനെയായിരുന്നു എൻ്റെ അപ്പൻ്റെ പേഴ്സ്. അതിനൊരു കാര്യം അപ്പം പറയും, മിലിറ്ററിയിൽ നിന്ന് വന്നു, പുരുഷ ആയുസിൻ്റെ അധ്വാനം കഴിഞ്ഞ് മിലിറ്ററിയിൽ നിന്ന് റിട്ടയറായി, റിസൈൻ ചെയ്ത് വന്നു, VRS എടുത്ത് വന്ന് അന്ന് രാത്രി കിട്ടിയ പൈസ മുഴുവൻ, ഉണ്ടായിരുന്ന പൈസ മുഴുവൻ അപ്പച്ചൻ്റെ കൈ കൊണ്ട് കൊടുത്തു. എൻ്റെ അപ്പച്ചൻ്റെ കൈ കൊണ്ട് കൊടുത്തിട്ട് അപ്പ കിടന്ന് ഉറങ്ങി. നേരം വെളുത്തിട്ട് മൂത്ത പെങ്ങളെ കാണാൻ പോകാൻ ഇങ്ങനെ ഒരുങ്ങി നിന്നിട്ട് പോകാതെ നിൽക്കുന്ന കണ്ടപ്പോൾ എൻ്റെ അപ്പച്ചൻ എൻ്റെ അമ്മയോട് പറഞ്ഞിടി, അവനോട് നേരത്തെ പോകാൻ പറയാം, എന്നാലേ രാത്രി ബസ് കിട്ടത്തുള്ളൂ. അപ്പോൾ അമ്മ പറഞ്ഞു, പപ്പ പോകാത്തത് വണ്ടിക്കൂലി ഇല്ലാത്തതുകൊണ്ട്. അപ്പോൾ എൻ്റെ അപ്പച്ചൻ ചോദിച്ചു, മിലിറ്ററി ഇത്രയും നാളും ജോലി ചെയ്തവൻ്റെ വണ്ടിക്കൂലിക്ക് പൈസയില്ല. അപ്പോൾ അവനവിടെ എന്തോ ചെയ്യായിരുന്നു? അമ്മ അപ്പച്ചനോട് പറഞ്ഞു, മൊത്തം പൈസ അപ്പച്ചൻ്റെ കൈ തന്നിട്ട് എൻ്റെ അപ്പ കിടത്ത്. എൻ്റെ അപ്പ ഒരു പേഴ്സ് എടുത്തു. അപ്പച്ചൻ ഇച്ചിരി പൈസ ഇട്ട് കൊടുത്തു. വലിയവായി കരഞ്ഞിട്ട് പറഞ്ഞു, നിൻ്റെ പൈസ കുറയത്തില്ല. ഒരത്ഭുതം നടക്കുന്നത്, അപ്പ ICU കയറി മരിക്കുന്നതിന് മുമ്പ് പെട്ടെന്നായിരുന്നു. അപ്പോൾ ICU വെച്ച് പേഴ്സ് എൻ്റെ കിട്ടി. എനിക്കൊരു പ്രശ്നമുണ്ട്, പൈസ നിൽക്കില്ല. എൻ്റെ പേഴ്സ് വന്നാൽ അപ്പം പോകും. എൻ്റെ കൂടെ ഉള്ളവർക്കൊക്കെ ആ പേഴ്സിലെ പൈസ തീർന്നുള്ളത് ആ സത്യം. ഞായറാഴ്ചമായിരുന്നു. വൈകുന്നേരം തിരുവനന്തപുരം വെള്ളറട സെൻറ്ററിൻ്റെ പാർഷ, ഈ വെള്ളറടയിൽ നിന്ന് പാർഷ ഷിബു മാത്യുവിൻ്റെ നേതൃത്വത്തിൽ 2 ബസ് ആളുകൾ വന്നിട്ട് അപ്പോൾ ICUയില്ല. അപ്പോൾ അവരിറക്കത്തില്ലെന്ന് പറഞ്ഞ്, കേട്ടത്തില്ലെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, എനിക്കെൻ്റെ വിശ്വാസികളെ കാണാം, അവരെന്നെ കാണാൻ വന്ന്. അവസാനം നമ്മൾ കൺസെൻറ്റ് എഴുതി വെച്ചിട്ട് പേപ്പറിൽ എഴുതി കൊടുത്തു, ഞങ്ങളുടെ സ്വന്തം റിസ്ക് ഇറങ്ങുമെന്ന് പറഞ്ഞൊരു കണ്ട കാഴ്ചയായിരുന്നു. ICUവിൻ്റെ പുറത്തൊരു വീൽ ചെയറിൽ കൊണ്ടുവന്ന് പുറത്തിറക്കി. ഇത്രയും വിശ്വാസികൾ തിരുവനന്തപുരത്ത് വന്നവർ മുട്ടുകുത്തി, അവരുറക്കപ്പാടി, രാത്രിപ്പായിരുന്നു, ഉയർത്തിയിടും ഞാൻ എൻ്റെ കൺകൾ തുണയാരിടും മൻകിരി. അവിടുത്തെ പാസ്റ്റർ പ്രാർത്ഥിച്ചു, അവർക്ക് വേണ്ടി എല്ലാം പ്രാർത്ഥിച്ചു. ഈ ദൈവമക്കൾ കൊണ്ട് കാണിക്ക കൊടുത്തു. ഈ കാണിക്ക മേടിച്ച് പോക്കറ്റിൽ വെച്ച് തിരിച്ചു കയറി. ടീഷർട്ടാ. രാത്രി എൻ്റെ ഭാര്യ ICU കയറിയപ്പം പറഞ്ഞു, അപ്പം പോക്കറ്റിൽ പൈസ ഇതരാ. വേണ്ടാടി, എൻ്റെ വിശ്വാസികൾ തന്നതല്ലേ, അതവിടെ ഇരിക്കട്ടെ. വെളുപ്പിനെ 4 മണിക്ക് എന്നെ ഡോക്ടർ വന്ന് വിളിച്ചു. ഞാനപ്പം മരിക്കുക. ഞാൻ നോക്കി നിൽക്കുമ്പം മരിച്ചെൻ്റെ അപ്പൻ്റെ ദേഹം തപ്പി തൂത്തപ്പം പോക്കറ്റ് തടഞ്ഞു. പൈസയാണ് എടുത്തെൻ്റെ പോക്കറ്റിൽ വെച്ചു. മോർച്ചറിയിൽ കൊണ്ടുവന്നു, ബോഡി വെച്ചു. തിരിച്ച് ഞാൻ ഓഫീസിൽ പോയി കണക്ക് തീർക്കാൻ ചെന്നു. ബില്ല് വന്നു. എൻ്റെ വേറെ പൈസയില്ല, സത്യം, ഒരു പൈസ പോലും ഇല്ല. പക്ഷേ ഈ പോക്കറ്റിൽ ഇരുന്ന് പൈസ എണ്ണി നോക്കിയപ്പം 1 രൂപ കൂടുതലില്ല, 1 രൂപ കുറവില്ല, ബില്ലടയ്ക്കാനുള്ള പൈസ.
യേശുവിൻ്റെ ജീവിതം സുവിശേഷമാകുന്ന ഒറ്റ കാര്യമുണ്ടാകും. ദൈവമായിട്ട് ഒരു അനുഗ്രഹം ഉണ്ടായിരുന്നു. മനുഷ്യൻ്റെ അനുഗ്രഹം, അപ്പൻ്റെ അനുഗ്രഹം. യേശു പഠിപ്പിച്ചൊരു കാര്യം വേണം, അപ്പൻ്റെ അമ്മയുടെ അനുഗ്രഹം. യേശുവിൻ്റെ ജീവിതം കൗമാരക്കാർക്കൊരു സുവിശേഷം കേട്ടോ. കൗമാരക്കാരെ, അപ്പൻ്റെ അമ്മയുടെ അനുഗ്രഹം വേണമെന്ന് പഠിപ്പിച്ച ഒരു യേശുവുണ്ട്, ദൈവമുണ്ട്. ആ ദൈവത്തിൻ്റെ പേരെന്താ? യേശു. ഇനി ജീവിതം എങ്ങനെ സുവിശേഷമാകുന്നത്? 12 വയസ്സ് മുതൽ 30 വയസ്സ് വരെ യേശുവിനെ സൈലൻസ് പീരീഡ് എന്നാണ് വിളിക്കുക. അധ്വാനിക്കായിരുന്നു കേട്ടോ. നല്ല കൈക്കരുത്തായിരുന്നു, നല്ല തഴമ്പായിരുന്നു, മരപ്പണിക്കാരനായിരുന്നു. ജോലി ചെയ്യണമെന്ന് പഠിപ്പിച്ച യേശുവാണ് സുവിശേഷകരെ ആരംഭിച്ചപ്പോൾ ഉറക്കെ വിളിച്ച് പറഞ്ഞു, അധ്വാനിക്കുന്നവരും അതിനാ കയ്യെ തഴമ്പായിരുന്നു. അതുകൊണ്ടാണ് യേശു ഇന്നും മനുഷ്യൻ്റെ ദൈവമാകുന്നത്.